Come on, put your hands together and receive the man of God. Hallelujah. To that city of transformation, Pastor Shekhar Kalyanpur. Hallelujah. It's my privilege to be here and serve Pastor, Prophet of God, Pastor Suresh Babu. കർത്താവിൻ്റെ സന്നിധിയിൽ ഇവിടെ ആയിരിക്കുന്നത് ഒരു പദവിയായി കരുതുന്നു. And my joy to be here with you fasting and praying. ഈ ഉപവാസ പ്രാർത്ഥനയിൽ നിങ്ങളുടെ മധ്യത്തിൽ ആയിരിക്കാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യമായി കരുതുന്നു. How many are excited to be in the house of the Lord? കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ എത്ര പേർ സന്തോഷഭരിതരായി ആയിരിക്കുന്നു? I come from a Hindu Brahmin background. ഹൈന്ദവ ബ്രാഹ്മൺ സമുദായത്തിൽ നിന്നാണ് ദൈവസന്നിധിയിലേക്ക് ഞാൻ വന്നത്. This is the 40th year of my walking with Jesus. കർത്താവ് യേശു ക്രിസ്തുവിനോട് കൂടെ ഞാൻ നടക്കുന്ന 40ാമത്തെ വർഷമാണിത്. My father, he had a big temple like this. എൻ്റെ അപ്പന് ഇതുപോലെ വലിയ ഒരു ഹൈന്ദവ ആലയമുണ്ടായിരുന്നു. My grandfather can look into your palm and prophesy, today you will be with Suresh Babu. ഇന്ന് നിങ്ങൾ സുരേഷ് ബാബുവിനോട് കൂടി ആയിരിക്കും എന്ന് എൻ്റെ വല്യപ്പച്ചന് പറവാൻ അതേ കഴിവുണ്ടായിരുന്നു. കൈനോട്ടം. I come from that background. ഞാൻ ആ സാഹചര്യത്തിൽ നിന്നാണ് വന്നത്. My father told me this is heaven, this is hell. എൻ്റെ പിതാവ് പറഞ്ഞത്, പടം നോക്കി പറഞ്ഞത്, ഇത് സ്വർഗമാണ്, ഇവിടെ നരകമാണ്. If you be a good boy, you'll go here. നീ നല്ലൊരു ആൺകുട്ടിയാണെങ്കിൽ നീ സ്വർഗത്തിൽ കടന്നു പോകും. But I knew I was not good. എന്നാൽ എനിക്ക് മനസ്സിലായി ഞാൻ നല്ലതല്ല. So I was searching for life after death. അതുകൊണ്ട് മരണത്തിനു ശേഷമുള്ളതായ ജീവിതത്തിന് വേണ്ടി ഞാൻ ഇങ്ങനെ കാംക്ഷിക്കുകയായിരുന്നു. When I was 8 years old boy, like that boy, ഞാൻ 8 വയസ്സ് പ്രായമുള്ളതായ ഒരു കുഞ്ഞായിരുന്നു. I would go on building terrace and say, God, who you are, reveal yourself to me. കർത്താവേ, നീ ഒരു ജീവിക്കുന്ന ദൈവമുണ്ടെങ്കിൽ അതെ നീ എനിക്ക് വെളിപ്പെടുത്തണമേ. By the time I was in 6th standard, ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ I was in bad company. ഞാൻ തെറ്റായ കൂട്ടുകെട്ടിലായിരുന്നു. I started smoking, drinking, doing everything. 6th സ്റ്റാൻഡേർഡ് 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ പുകവലിക്കാനും കുടിക്കാനും ഒക്കെ കടന്നുപോയി. By the time I was in 16 years, ഞാൻ 16 വയസ്സ് പ്രായമായപ്പോൾ my mother father said, why is he born to us? ഞങ്ങൾക്ക് ഇങ്ങനെ തലതിരിഞ്ഞ ഒരു സന്തതി എന്തിനാ ജനിച്ചത് എന്ന് ചോദിച്ചു. So I was so liability to my family. അതുകൊണ്ട് എൻ്റെ കുടുംബത്തിന് തന്നെ ഞാൻ വല്ലാത്തൊരു ബാധ്യതയായി തീർന്നു. People lost hope in me. ജനത്തിന് എൻ്റെ മേൽ യാതൊരു തരത്തിലുള്ള പ്രത്യാശയില്ല. That's the time I was asking, Lord, who you are, whoever you are, show me the truth. ദിവസത്തിൽ നിരാശഭരിതനായി ഞാൻ ദൈവത്തോട് ചോദിച്ച, കർത്താവേ, നീ ആരാണ്, എവിടെയാണ്, എനിക്ക് വെളിപ്പെടുത്തണമേ. A friend of mine gave me a Bible. എൻ്റെ ഒരു സുഹൃത്ത് എനിക്കൊരു ബൈബിൾ തരികയുണ്ടായി. He said, Jesus is the way, the truth and the life. അദ്ദേഹം പറഞ്ഞു, യേശു കർത്താവ് വഴിയും സത്യവും ജീവനുമാണ്. One more Jesus doesn't make a difference. ഒരു യേശു കൂടെ ഒരു വ്യത്യാസം വരുത്തത്തില്ല. But he said one thing. എന്നാൽ അവൻ ഒരു കാര്യം പറഞ്ഞു. And I want to let you know this is important for you also. അതെ, നിങ്ങൾക്കും ഇത് വളരെ പ്രധാനമുള്ള കാര്യമായതുകൊണ്ട് പറയുന്നു. He said, you read the Bible. അദ്ദേഹം പറഞ്ഞു, നീ വേദപുസ്തകം വായിച്ചാട്ടെ. Holy Spirit will speak to you. പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിക്കും. Every time you open the Bible, എല്ലാ സമയത്തും നീ വേദപുസ്തകം തുറക്കുമ്പോൾ the author is with you. അതിന്റെ എഴുത്തുകാരൻ നിന്നോട് കൂടെ എഴുതെങ്കിൽ Every time you open the Bible, എപ്പോഴാണോ നീ വേദപുസ്തകം തുറക്കുന്നത്, the creator is with you. സ്വർഗത്തെയും ഭൂമിയും സൃഷ്ടിച്ച കർത്താവ് നിന്നോട് കൂടെ ഇരിക്കും. You open any book, നീ ഏത് പുസ്തകം തുറന്നാലും the creator is not with you. ഒരിക്കലും അതേ സൃഷ്ടികർത്താവ് നിന്നോട് കൂടെ ഇരിക്കില്ല. Even a Christian book you open, ഒരു ക്രിസ്തീയ പുസ്തകം നീ തുറന്നാലും the creator is not with you. സൃഷ്ടികർത്താവ് നിന്നോട് കൂടെ ഇരിക്കില്ല. When you open the Bible, എന്നാൽ വേദപുസ്തകം തുറക്കുമ്പോൾ the Holy Spirit is with you. എഴുതിയ പരിശുദ്ധാത്മാവ് നിന്നോട് കൂടെ ഇരിക്കും. So when he said that, അദ്ദേഹം അത് പറഞ്ഞപ്പോൾ that gripped my heart. അത് എൻ്റെ ഹൃദയത്തിൽ വല്ലാതെ അങ്ങ് തങ്ങി. So at 3 o'clock in the morning, രാവിലെ 3 മണിക്ക് a Brahmin boy, ഒരു ബ്രാഹ്മൺ ആൺകുട്ടി, everybody sleeping, എല്ലാവരും ഉറങ്ങുകയാണ്. I would open the Bible. ഞാനിതാ വേദപുസ്തകം തുറന്നു. So when I open the Bible, ഞാൻ വേദപുസ്തകം തുറന്നപ്പോൾ the Spirit of God will come in my home. ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ മേൽ കടന്നു വന്നു. And God will speak to me. ദൈവം എന്നോട് സംസാരിക്കാൻ തുടങ്ങി. And one night, ഒരു രാത്രിയില് when I read John 3:16, ഞാൻ യോഹന്നാൻ 3:16 വായിക്കുമ്പോൾ, for God so loved the world. ദൈവം ലോകത്തെ സ്നേഹിച്ചു. It doesn't say God loves Christians. അത് ഒരിക്കലും ക്രിസ്ത്യാനികളെ ദൈവം സ്നേഹിച്ചു എന്നല്ല പറയുന്നത്. It doesn't say God loves good people. ദൈവം നല്ലവരെ സ്നേഹിച്ചു എന്നല്ല പറയുന്നത്. It doesn't say God loves only those who are doing good as an offering. നല്ല കാണിക്ക തരുന്നവരെ ദൈവം സ്നേഹിച്ചു എന്നല്ല പറയുന്നത്. God loves the world. ദൈവം ലോകത്തെ സ്നേഹിച്ചു. Whoever believes in him, ആരിലാണോ ദൈവത്തിൽ വിശ്വസിക്കുന്നത്, will not perish, have eternal life. അവർ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്. So when you believe in Jesus, നീ യേശുവിൽ വിശ്വസിക്കുമ്പോൾ, when I believe in Jesus, ഞാൻ യേശുവിൽ വിശ്വസിക്കുമ്പോൾ, we don't change our religion. നമ്മുടെ മതമല്ല നമ്മൾ മാറുന്നത്, our life is transformed. നമ്മുടെ ജീവിതമാണ് രൂപാന്തരപ്പെടുന്നത്.
40 years have passed by. 40 വർഷം കഴിഞ്ഞു പോയി. I'm still Shaker. ഞാൻ ഇന്നും ശേഖർ തന്നെയാണ്. Nothing is changed outside. എൻ്റെ പുറമെ യാതൊന്നും വ്യത്യാസപ്പെട്ടില്ല. But everything changes inside. എൻ്റെ അകത്ത് പലതും മാറുകയുണ്ടായി. I became a better son. ഞാൻ നല്ലൊരു മകനായി, better father, നല്ലൊരു പിതാവായി, better husband, നല്ലൊരു ഭർത്താവായി, better citizen of the country, ഈ രാജ്യത്തിന്റെ നല്ലൊരു പൗരനായി, better human being, നല്ലൊരു മനുഷ്യനായി, better friend. നല്ലൊരു സുഹൃത്തായി. Every day I'm becoming better than yesterday. ഇന്നലത്തെക്കാൾ ഇന്ന് ഞാൻ നന്നായി കൊണ്ടിരിക്കുകയാണ്. So when you worship Jesus, ഞാൻ യേശുവിനെ ആരാധിക്കുമ്പോൾ, when you read the word of ഞാൻ God, ദൈവവചനം വായിക്കുമ്പോൾ, Holy Spirit comes. പരിശുദ്ധാത്മാവ് കടന്നു വരുന്നു. He changes us inside out. അവൻ അകവും പുറവും വ്യത്യാസപ്പെടുത്തുന്നു. So today ഇന്ന് I'm here to serve you. അത് നിങ്ങളെ സേവിപ്പാനായി ഞാൻ ഇതാ കടന്നു I want to വന്നിരിക്കുന്നു. make God happy by serving you. അതെ, ഞാൻ നിങ്ങളെ ശുശ്രൂഷിക്കുന്നവരോട് ദൈവത്തെ എനിക്ക് സന്തോഷിപ്പിക്കണം. I'm not going to preach, ഞാൻ പ്രസംഗിക്കുകയല്ല, but we're going to learn together. അതെ, നമ്മൾ ഒരുമിച്ച് പലതും പ്രാപിപ്പാൻ പോകുകയാണ്. How many with me? എത്ര പേർ എന്നോട് കൂടി ആയിരിക്കുന്നു? You got your notebooks? നിങ്ങൾക്ക് നോട്ട്ബുക്ക് ഉണ്ടോ? Yes, no. ഉണ്ട്. സ്തോത്രം കർത്താവേ, ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ, ഹല്ലേലൂയ. Now I become Malayali now. Thank you. Welcome to the club. Write this down, everything that we're going to learn. അതെ, നമ്മൾ പ്രാപിക്കുന്നത് കേൾക്കുന്നത് ദയവായി എഴുതിയിടണമേ. Those who are watching us, just write this down. This is very important. ഞങ്ങളെ വാച്ച് ചെയ്യുന്നവരും ദയവായി എഴുതിയിട്ടത് പ്രധാനമാണ്. This is eternity. ഇവിടെ മുകളിൽ നിത്യത. God is eternal God. ദൈവം നിത്യനായ ദൈവം. Nobody created God. ആരും ദൈവത്തെ സൃഷ്ടിച്ചതല്ല. God is a creator. ദൈവം ആണ് സകലത്തിനെ സൃഷ്ടിച്ചത്. Everything else is created. എല്ലാം ദൈവം സൃഷ്ടിച്ചതത്രേ. Seraphim, angels, സെറാഫിയൻസിനെ, അതുപോലെ ദൈവദൂതന്മാരെ, heavenly kingdom, സ്വർഗരാജ്യത്തെ, vegetation kingdom, ഇവിടെ ഇതാ സസ്യലതാദികൾ, mineral kingdom, അതുപോലെയുള്ള ധാതുവർഗ്ഗങ്ങൾ, animal kingdom, മൃഗങ്ങളെ, human kingdom, മനുഷ്യനെ. we are all created beings. ഇതെല്ലാം ദൈവം സൃഷ്ടിച്ചതാണ്. Amen. Now I am a preacher, I need your response. ഞാനൊരു പ്രാസംഗികനാണ്. നിങ്ങളുടേതായ റെസ്പോണ്ട്, നിങ്ങളുടെ പ്രതികരണം ആവശ്യമാണ്. Amen. Now listen carefully. വളരെ ശ്രദ്ധിക്കുക. Among all the 7 creations, ഈ എല്ലാ പ്രധാനപ്പെട്ട സൃഷ്ടികളിലും, ഏഴ് പ്രധാനപ്പെട്ട സൃഷ്ടികളിലും, human beings മനുഷ്യൻ are the supreme among all creation. എല്ലാ സൃഷ്ടികളും ഏറ്റവും ഔന്നത്യത്തിൽ നിൽക്കുന്നത് മനുഷ്യനാണ്. Why we are supreme? എന്തുകൊണ്ടാണ് മറ്റുള്ളവരെക്കാൾ നമ്മൾ ഉന്നതർ? Because God is spirit. കാരണം ദൈവം ആത്മാവാണ്. We are a spirit being. നമ്മളും ആത്മാവ് തന്നെയാണ്. So you and I, നിങ്ങൾ ഞാൻ, we have a spirit inside. നമുക്കിടെ ഉള്ളിൽ ആത്മാവുണ്ട്. Dogs don't have spirit. പട്ടിക്ക് ആത്മാവില്ല. These flowers don't have spirit. ഈ പുഷ്പങ്ങൾക്ക് ആത്മാവില്ല. Animals don't have spirit. മൃഗങ്ങൾക്ക് ആത്മാവില്ല. Sun do not have spirit. സൂര്യന് ആത്മാവില്ല. Only you and I, we have a spirit being. നിങ്ങൾക്കും എനിക്കും ദൈവം ആത്മാവ് തന്നിട്ടുണ്ട്. How many say amen to that? എത്ര പേര് അതിന് ആമേൻ പറയും? So when God made Adam and Eve, അതുകൊണ്ട് ദൈവം ആദാമിനെ ഹവ്വയെ സൃഷ്ടിച്ചപ്പോൾ, listen carefully, don't miss now. വളരെ ശ്രദ്ധിക്കുക, ഇത് പ്രധാനപ്പെട്ടതാണ്. I'm going a little deeper. ഞാൻ അല്പം ആഴങ്ങളിലേക്ക് ഇറങ്ങട്ടെ. This is Garden of Eden. ഇത് ഏദെൻ തോട്ടമെന്ന് വിചാരിക്കുക. Are you with me? നിങ്ങൾ എന്നോട് കൂടെ ഉണ്ടോ? This is Garden of Eden. ഇത് ഏദെൻ തോട്ടമായിരിക്കട്ടെ. So when God created Adam, ദൈവം ആദാമിനെ സൃഷ്ടിച്ചപ്പോൾ, Garden of Eden is spirit realm. ഗാർഡൻ ഓഫ് ഈഡൻ, അതായത് ഏദെൻ തോട്ടം, അത് ആത്മമണ്ഡലമായിരുന്നു. Listen to this. This is spirit realm. ഇത് ആത്മമണ്ഡലമാണ്. Adam never came to meet God. ആദം കർത്താവിന്റെ അടുക്കലേക്ക്, ദൈവത്തിന്റെ അടുക്കലേക്ക് കടന്നു പോയില്ല. Bible says, വേദപുസ്തകം പറയുന്നു, God came to meet Adam morning and evening. രാവിലെ വൈകിട്ട് കർത്താവ് ആദാമിനെ കാണുവാനായി ഇറങ്ങി വന്നു. Is it true? Yeah. Hello. So God came and met Adam. ആദം ഇറങ്ങി വന്ന്, ദൈവം ഇറങ്ങി വന്ന് ആദാമിനെ കാണുകയുണ്ടായി. Without offering. ഒരു കാണിക്കയും കൊടുത്തില്ല. Without sacrifice. ഒരു യാഗങ്ങൾ ഉണ്ടായിരുന്നില്ല. Without singing song. ഒരു പാട്ടും ആദം പാടിയില്ല. ആമേൻ. Hello. I've never been to Bible college. ഞാനും me too. Thank you. ഞങ്ങൾ രണ്ടുപേരും ബൈബിൾ കോളേജിൽ പോയിട്ടില്ല. No Google search.
ഒരു ഗൂഗിൾ സെർച്ചുമില്ല. not somebody's message. ആരുടെ മെസ്സേജ് കോപ്പി പേസ്റ്റ് ചെയ്യുന്നതല്ല. Hindu Brahman is telling you. ഹൈന്ദവ ബ്രാഹ്മൺ ഇന്ന് പകല് നിങ്ങൾക്ക് പറഞ്ഞു തരിക. Are you listening? നിങ്ങളെ കേൾക്കുന്നോ? Wait. God would come and meet Adam. ദൈവം ഇറങ്ങി വന്ന് ആദാമിനെ കാണുകയാണ്. There was no 3 songs stand up, 2 songs sit down, and God will come. 3 പാട്ട് എഴുന്നേറ്റ് നിന്ന് 2 പാട്ട് ഇരുന്ന് പാടി അതിനുശേഷം കർത്താവ് ഇറങ്ങി വരും. ഈ പരിപാടിയില്ല. There was no clapping sound and then glory come. അവിടെ കൈയടിച്ച് ബഹളമുണ്ടാക്കി വൈബ്രേറ്റ് ചെയ്യുമ്പോൾ കർത്താവ് ഇറങ്ങി വരും. Nothing. ഒന്നുമില്ല. God would come. കർത്താവ് ഇറങ്ങി വരികയാണ്. Why? എന്താ കാര്യം? Write this down. എഴുതിയെടുക്കണം. Because God would come and meet his children. കാരണം ദൈവം അപ്പനാണ് മക്കളെ കാണാൻ ഇറങ്ങി വരിക. When he created you and me, ദൈവം നിങ്ങളെയും എന്നെയും സൃഷ്ടിച്ചപ്പോൾ we are his children. ദൈവത്തിന്റെ മക്കളായി തീരുന്നു നമ്മള്. Daddy will come to meet Adam every day. പിതാവ് ആദാമാകുന്ന മകനെ കാണാൻ എല്ലാ ദിവസവും ഇറങ്ങി വരികയാണ്. Every day he will have fellowship of the Holy Spirit. എല്ലാ ദിവസവും ആദാമിനെ ഏദെൻ തോട്ടത്തിൽ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ ഉണ്ടായിരുന്നു. So he had 3 things. അതുകൊണ്ട് അവിടെ 3 കാര്യമുണ്ട്. Write this down. എഴുതിയെടുക്കണം. Adam had 3 things. ആദാമിന് 3 കാര്യം ഉണ്ടായിരുന്നു. Number 1. Adam had the abundance of God. ദൈവത്തിന്റെ ദൈവിക സമൃദ്ധി അവന് ഏദെൻ തോട്ടത്തിൽ ഉണ്ടായിരുന്നു. This is Garden of Eden. ഇത് ഏദെൻ തോട്ടം എന്നിരിക്കട്ടെ. Look at me. എന്നെ നോക്കിയാട്ടെ. Here ഇവിടെ there was no sickness. അവിടെ രോഗങ്ങളില്ല. No crowsin. അവിടെ ബലഹീനതകളില്ല. No medical store. അവിടെ മെഡിക്കൽ സ്റ്റോറിന്റെ ആവശ്യമില്ല. There is no antidepressant. അവിടെ നിരാശക്കെതിരായിട്ടുള്ള യാതൊരു മരുന്നും ആവശ്യമില്ല. There was no shampoo. അവിടെ ഷാംപൂന്റെ ആവശ്യമില്ല. There was no face powder. അവിടെ ഫേസ് പൗഡർ ആവശ്യമില്ല. Nothing was there. ഒന്നും അവിടെ ആവശ്യമില്ല. Only God's presence. ദൈവത്തിന്റെ സാന്നിധ്യം സകലത്തിന് മതിയായതാണ്. So listen carefully. അതുകൊണ്ട് ശ്രദ്ധിക്കുക. In Garden of Eden, ഏദെൻ തോട്ടത്തിൽ everything God created എല്ലാം ദൈവം സൃഷ്ടിച്ചു. was for Adam. ആദാമിന് വേണ്ടി ദൈവം എല്ലാം സൃഷ്ടിച്ചു. Everything God created എല്ലാം ആദാമിന് വേണ്ടി ദൈവം was സൃഷ്ടിച്ചു. not for God. ഒന്നും ദൈവത്തിന് വേണ്ടിയല്ല ദൈവം ഉണ്ടാക്കിയത്. Amen. Are you learning? നിങ്ങൾ പഠിക്കുന്നുണ്ടോ? മനസ്സിലാവുന്നോ? I don't want to preach and then it'll all go bouncer. നിങ്ങളെ പ്രസംഗിച്ച് പിന്നെ അവസാനം അത് ഇങ്ങനെ നിങ്ങളെ തലയിൽ നിന്ന് അത് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. I want you to receive it. നിങ്ങളത് തലയിൽ നിന്ന് പോകാതെ അത് മനസ്സിൽ സംഗ്രഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. Because at the end of 21 days, 21 ദിവസം കഴിയുമ്പോൾ you will be transformed. നിങ്ങൾ നിശ്ചയമായി രൂപാന്തരപ്പെട്ട് തന്നെ ആകണം. So in Garden of Eden, ഏദെൻ തോട്ടത്തില്, write this down. എഴുതിയെടുക്കണം. Before God created Adam, ആദാമിനെ ദൈവം സൃഷ്ടിക്കുന്നതിന് മുമ്പ് God had already created everything for Adam. ആദാമിന് ആവശ്യമുള്ളതായ എല്ലാം സൃഷ്ടിച്ചിട്ടാണ് ഒടുവിൽ ദൈവം ആദാമിനെ സൃഷ്ടിച്ചത്. Are we learning? മനസ്സിലാവുന്നോ? What does it mean? എന്താണ് അതിന്റെ അർത്ഥം? Look at me, all those who are watching. എല്ലാവരും എന്നെ നോക്കിയാട്ടെ. Even before you were born in mother's womb, നിന്റെ അമ്മയുടെ ഗർഭത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പ് God has already created everything that you need. നിനക്ക് ഈ ലോകത്തിൽ ആവശ്യമുള്ളതായ സകലതും ദൈവം സൃഷ്ടിച്ചു കഴിഞ്ഞു. Are you listening? നിങ്ങൾ ശ്രദ്ധിക്കുന്നോ? So Adam had abundance. ആദാമിന് ദൈവിക സമൃദ്ധി ഉണ്ടായിരുന്നു. Adam had authority. ആദാമിന് അധികാരമുണ്ടായിരുന്നു. That means, അതിന്റെ അർത്ഥം, now imagine, ഒന്ന് ചിന്തിച്ചാട്ടെ. you build a house. നമ്മളൊരു വീട് പണിതു. Will you call me to name your house? എൻ്റെ പേര് ആ വീടിന് വെക്കൂ? No. ഒരിക്കലും ഇല്ല. You have a baby. നിങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ട്. Will you call the prophet of God to name the baby? അതെ, ദൈവദാസനെ കൊണ്ടുവന്ന് അതിന് പേരിടാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കൂ? No. ഒരിക്കലും ഇല്ല. Your baby. നിന്റെ കുഞ്ഞാണ്. You will name it. നീയാണ് ആ കുഞ്ഞിന്റെ പേരിടേണ്ടത്. അത് നിന്റെ വീടാണ്. You will name it. നീയാണ് അത് പേരിടേണ്ടത്. But look at God. എന്നാൽ ദൈവത്തിലേക്ക് നോക്കിയാൽ God created everything. ദൈവം എല്ലാം സൃഷ്ടിച്ചു. The animals. അതെ, മൃഗങ്ങളെ, the trees, വൃക്ഷലതാദികളെ, the fruits, പഴവർഗ്ഗങ്ങളെ, the vegetation. വൃക്ഷലതാദികളെ for Adam. ആദാമിന് വേണ്ടി ദൈവം സൃഷ്ടിച്ചു. And then tells Adam, എന്നിട്ട് ആദാമിനോട് ദൈവം പറഞ്ഞു, you name it. ഞാനല്ല പേരിടുന്നത്, ആദാമേ നീ പേരിട്. Hello. If you create, നീ സൃഷ്ടിച്ചെങ്കിൽ you should give the name. അതെ, ദൈവം സൃഷ്ടിച്ച ദൈവമായിരുന്നു പേരിടേണ്ടിയത്.
But God says, എന്നാൽ ദൈവം പറഞ്ഞു, you name it. ആദമേ നീ അതിന് പേരിടുക. Does it mean God doesn't know the name? അതിന്റെ അർത്ഥം ദൈവത്തിന് പേരിടാൻ അറിയത്തില്ല Does it എന്നാണോ? mean God has forgotten? ഓ, അതിന്റെ അർത്ഥം ദൈവത്തിന് അൽഷിമസ് ഉണ്ട്, ഓർമ്മക്കുറവുണ്ടെന്നാണോ? What does it mean? എന്താണ് അതിന്റെ അർത്ഥം? God gave abundance. ദൈവം അവന് ആദമിന് സമൃദ്ധി നൽകി. God gave authority. ദൈവം ആദമിന് അധികാരം നൽകി. What is the authority? എന്താണ് അധികാരം? If he said, അവൻ എന്തെങ്കിലും പറഞ്ഞാൽ this is coconut, ഇത് തെങ്ങ എന്ന് അല്ല തെങ്ങെന്ന് പറഞ്ഞാൽ, then God will say it is coconut. ദൈവം പറഞ്ഞു ഞാൻ അംഗീകരിച്ചിരിക്കുന്നു, എന്റെ പേര് പനയല്ല, If തെങ്ങ് he തന്നെയാണ്. says this is rose, ഇത് റോസ് എന്ന് പറഞ്ഞാൽ God will say this is rose. അതേ ആദമേ, അതിന്റെ പേര് റോസാ പൂ തന്നെയാണ്. What does it mean? എന്താണ് അതിന്റെ അർത്ഥം? God loves Adam so much. ദൈവം ആദാമിനെ ഒത്തിരി സ്നേഹിച്ചു. Whatever Adam said, ആദം എന്തു പറയോ God did it. ദൈവം അത് അംഗീകരിക്കുകയാണ്. God endorsed it. ദൈവം അത് അംഗീകരിക്കുകയാണ്. God blessed it. ദൈവം അതിനെ അനുഗ്രഹിക്കുകയാണ്. കമാൺ, കൈയടിക്കുന്ന നേരെ കരങ്ങളടിച്ച്. Are you enjoying this? നിങ്ങൾക്ക് മനസ്സിലാകുന്നോ? That's why you were created for. Pardon? That's why we were created for. അതിനു വേണ്ടിയാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത്. Why were we created? എന്തിനു വേണ്ടി ദൈവം നമ്മെ We സൃഷ്ടിച്ചു? will learn today and in the evening and tomorrow. ഇന്ന് രാവിലെയും വൈകിട്ടൊക്കെ ദൈവത്തോടു കൂടി ആയിരിക്കാനാണ്. Number 1, ഒന്നാമതായി to have abundance. ദൈവിക സമൃദ്ധിയിലായിരിക്കാൻ. To have the authority. ദൈവിക അധികാരത്തിനുണ്ടാകുവാൻ. Number 3, മൂന്നാമതായി why were we created? എന്തിനു വേണ്ടി ദൈവം നമ്മെ സൃഷ്ടിച്ചു? So that we'll fellowship. നമുക്ക് കൂട്ടായ്മയുണ്ടാകാൻ. Daddy പിതാവിന് and son മകനുമായി together ഇതാ in ഒരുമിച്ചായിരിക്കുകയാണ്. the fellowship of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ Forever and ever and ever. ഞായറാഴ്ച മാത്രമല്ല, എന്നും എന്നും എപ്പോഴും. But Adam fell. എന്നാൽ ആദാം പരാജയപ്പെട്ടു. So from Eden, ഇത് ഏദെൻ തോട്ടം, he came to natural being. അവനിതാ ഭൗമ മണ്ഡലത്തിലേക്ക്, ആത്മമണ്ഡലത്തിൽ നിന്ന് വീഴ്ത്തപ്പെട്ടു. Okay, listen to this. ഇത് ശ്രദ്ധിക്കുക. This is Garden of Eden. ഇത് ഏദെൻ തോട്ടമാണ്. This is natural realm. ഇത് ഭൗതിക മണ്ഡലമാണ്. Earth. അതെ, ഭൂമി. This is Garden of Eden. ഇത് വന്നിട്ട് ആത്മമണ്ഡലമാണ്. Hello. So when Adam sinned, ആദം പാപം ചെയ്തപ്പോൾ he came into natural being. അവനിതാ ഭൗമ മണ്ഡലത്തിലേക്ക് വീഴ്ത്തപ്പെട്ടു. But originally, എന്നാൽ യഥാർത്ഥത്തിൽ Adam was spirit realm. ആദം വന്നിട്ട് ആത്മമണ്ഡലത്തിന് വേണ്ടിയുള്ളവനാണ്. He didn't have a body. അവന് ഒരു ശരീരമുണ്ടായിരുന്നില്ല. He was spirit. അവനൊരു ആത്മാവായിരുന്നു. God is spirit. ദൈവം ആത്മാവാണ്. We are a spirit. നമ്മളും ആത്മാവാണ്. And we fellowship with the Holy നമ്മൾ Spirit. ദൈവത്തിന്റെ ആത്മാവിനോട് കൂടെ കൂട്ടായ്മയ്ക്കായി ഉള്ളവരാണ്. Are we learning? Yes. Hello. Let's go step by step. നമ്മൾ പടിപടിയായി നോക്കാം. Now listen to this. വളരെ ശ്രദ്ധിക്കുക. If Adam and Eve had not fallen, ആദാമും ഹവ്വയും വീണു പോകാതിരുന്നെങ്കിൽ, then today ഇന്ന് we wouldn't have been in Kerala. നമ്മൾ ഇന്ന് കേരളത്തിലായിരിക്കത്തില്ലായിരുന്നോ? We would have been in Garden of Eden. ഇന്ന് നമ്മൾ ഏദെൻ തോട്ടമാകുന്നതായ നിഷ്പാപ മണ്ഡലത്തിലായിരിക്കുമായിരുന്നു. That means you would have been there, I would have been there. അതിനർത്ഥം നിങ്ങൾ ഞാനും അവിടെ ഉണ്ടായിരിക്കുമായിരുന്നു. We would have been there. നമ്മൾ അവിടെ But കാണത്തില്ലായിരുന്നു. little different. എന്നാൽ നമ്മൾ അവിടെ ഉണ്ടായിരിക്കും വ്യത്യാസമായി. How many understanding this? എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? Are we listening? നിങ്ങൾ കേൾക്കുന്നുണ്ടോ? So when we fell, നമ്മൾ പരാജയപ്പെട്ടപ്പോൾ what happened? എന്താ സംഭവിച്ചത്? Adam lost abundance. ആദം പാപം ചെയ്തപ്പോൾ ദൈവിക സമൃദ്ധി, നിറവ് അവന് നഷ്ടപ്പെട്ടു. Lost the authority. ദൈവിക അധികാരം നഷ്ടപ്പെട്ടു. And lost the fellowship of the Holy Spirit. ദൈവവുമായിട്ടുള്ളതായ കൂട്ടായ്മയും ആദമിന് നഷ്ടപ്പെട്ടു. Here, ഇവിടെ he had everlasting life. ഇവിടെ ഇതാ നിത്യജീവൻ ഉണ്ടായിരുന്നു. But here, എന്നാൽ ഭൗമമണ്ഡലത്തിൽ his lifespan is small. അവന്റെ ആയുഷ്കാലം ചുരുങ്ങി. Why did Jesus come? എന്തിനു വേണ്ടിയാണ് യേശു കർത്താവ് കടന്നു വന്നത്? Jesus did not come to give you and me a religion. യേശു ഒരു മതത്തെ ഉണ്ടാക്കാനല്ല വന്നത്. Jesus did not come to give you another religion. വേറൊരു മതം സ്ഥാപിക്കാനല്ല യേശു വന്നത്. Jesus came യേശു വന്നത് to destroy the works of the enemy. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. Now let me explain to this. ഞാനിത് ഇങ്ങനെ പറയട്ടെ. Here, ആത്മമണ്ഡലത്തില് free Wi-Fi. ഫ്രീ വൈഫൈ പോലെയാണ്.
How many understand free Wi-Fi? എത്ര പേർക്ക് മനസ്സിലായി ഫ്രീ വൈഫൈ? Many people understand free Wi-Fi. ഫ്രീ വൈഫൈ അല്ല. Here, അതെ, താഴെ you have to pay for the Wi-Fi. അവിടെ എല്ലാറ്റും നിങ്ങൾ പൈസ കൊടുക്കണം, എന്നാലേ ആ വൈഫൈ കിട്ടത്തുള്ളൂ. Now they understand this? Yeah. Hello. When there's free Wi-Fi, എല്ലാം ഫ്രീ വൈഫൈ ആയപ്പോ people will find out where is free Wi-Fi. ജനം നോക്കുകയാണ് എവിടെയാണ് ഫ്രീ ആയിട്ട് ഇതൊക്കെ കിട്ടുന്നത്. You don't have to invite them. നിങ്ങൾ അതിനെ വിളിക്കേണ്ട കാര്യമില്ല. No matter who they are, നിങ്ങൾ ആരാണെന്ന് അറിയണ്ട, which religion they belong to, അവർ ഏത് മതമാണെന്ന് അറിയണ്ട, whether they believe in God or no, അവർ ദൈവത്തിൽ വിശ്വസിക്കുന്നോ ഇല്ലയോ എന്നറിയണ്ട, they will go where free Wi-Fi is. അവര് ഫ്രീ ആയിട്ട് എന്താണോ കിട്ടുന്നത് അതിന്റെ പിന്നാലെ കടന്നു പോകുന്നു. When you live a life നിങ്ങൾ കർത്താവുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ ജീവിക്കുമ്പോൾ, of heaven on earth, സ്വർഗം ഭൂമിയിൽ അനുഭവിക്കുന്ന ക്രമത്തിൽ then you ജീവിക്കുമ്പോൾ, don't have to invite people. They will just follow you because the heaven is inside of you. നിങ്ങളിൽ സ്വർഗം ഉള്ളത് കൊണ്ട് നിങ്ങൾ ജനത്തെ വിളിക്കേണ്ട. നിങ്ങൾ ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കുമ്പോൾ ജനം നിങ്ങളെ തേടി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വന്നുകൊള്ളും. Yeah, that's long enough. Long enough? Yeah. Okay, you stand here. Thank you. Adam was from here. ആദം ഈ ആത്മമണ്ഡലത്തിലായിരുന്നു. He went here. എന്നിട്ട് അവൻ ഭൗമ മണ്ഡലത്തിലേക്ക് കടന്നു പോയി. He came here. അവൻ ഭൗമ മണ്ഡലത്തിലേക്ക് വീഴ്ത്തപ്പെട്ടു. He lost Garden of Eden. അവന് ഏദൻ തോട്ടം അവന് നഷ്ടപ്പെട്ടു. He lost abundance. അവന് ദൈവത്തിന്റെ സമൃദ്ധി നഷ്ടപ്പെട്ടു. He lost the authority. അവന് ദൈവിക അധികാരം നഷ്ടപ്പെട്ടു. He lost the fellowship. അവന് ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ നഷ്ടപ്പെട്ടു. Here, ആത്മമണ്ഡലത്തില് free Wi-Fi. അവനെല്ലാം ദൈവമായിട്ടുള്ള സകല കാര്യങ്ങൾ ഫ്രീ ആയിരുന്നു. അവന് ഇവിടെയാണെങ്കിൽ അവൻ എല്ലാത്തിനും അധ്വാനിക്കും. ഇവിടെ without offering, അവന് യാതൊരു തരത്തിലുള്ള ഓഫറിംഗിന്റെ sacrifice, യാതൊരു യാഗങ്ങൾ ആവശ്യമില്ല. God's presence would come. ദൈവത്തിന്റെ സാന്നിധ്യം ഓൾറെഡി ഉണ്ട്. God would come. ദൈവം തന്നെ ഇറങ്ങി വരുന്നു. He didn't have to go to find God. അവൻ ദൈവത്തെ തേടി അങ്ങോട്ട് പോകേണ്ട. God would come to him. ദൈവം തന്നെ അവിടെ ഇറങ്ങി വരുന്നു. But here, എന്നാൽ താഴെ he has to offer sacrifice. അവൻ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ കർത്താവ് അവന്റെ അടുക്കൽ ഇറങ്ങി വരത്തുള്ളൂ. So Adam and Eve, ആദാമും ഹവ്വയും, when they lost the presence of God, അവർ ദൈവത്തിന്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടപ്പോൾ there was a vacuum. അവരുടെ ഉള്ളിൽ ഒരു ഒഴിവുണ്ടായി. And Holy Spirit reveals, പരിശുദ്ധാത്മാവ് അത് പറഞ്ഞു കൊടുത്തപ്പോൾ, only by the blood, രക്തത്താൽ മാത്രമേ will my presence come. ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരത്തുള്ളൂ. That's why Adam sacrifice. അതുകൊണ്ടാണ് ആദാം യാഗങ്ങൾക്കായി നിയുക്തനായത്. One day he gave sacrifice. ഒരു ദിവസം യാഗം കഴിക്കുന്നു. Next day God goes back. യാഗം കഴിയുമ്പോൾ കർത്താവ് കടന്നു പോകുന്നു. Next day again sacrifice. വീണ്ടും ദൈവത്തിന്റെ സാന്നിധ്യം, വീണ്ടും അതേ ആരാധിക്കുന്നു. Again the presence will come. വീണ്ടും ദൈവത്തിന്റെ സാന്നിധ്യം വരുന്നു. Again he will go back. വീണ്ടും അതേ ദൈവ സാന്നിധ്യം നഷ്ടപ്പെടുന്നു. Every day there was a sacrifice. എല്ലാ ദിവസവും അവിടെ യാഗം കഴിക്കുകയാണ്. Why did Jesus come? എന്തിനു വേണ്ടിയാണ് യേശു കർത്താവ് കടന്നു വന്നത്? He did not come to make you Christian. നിങ്ങളെ ക്രിസ്ത്യാനികളാക്കാനല്ല യേശു വന്നത്. He did not come to make you Pentecostal. നിങ്ങളെ പെന്തക്കോസ്തുകാരെ ആകാനല്ല കർത്താവ് He വന്നത്. did not come to change your religion. നിങ്ങളുടെ മതം മാറ്റാനല്ല യേശു വന്നത്. Why did Jesus come? എന്തിനു വേണ്ടിയാണ് യേശു വന്നത്? Jesus came for one reason. യേശു വന്നത് ഒരു കാര്യത്തിനാണ്. To destroy the works of the enemy. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് മനുഷ്യനെ തകർത്ത് കളയുന്നതായ സാത്താന്റെ പ്രവൃത്തികളെ തകർക്കേണ്ടതിന് യേശു കടന്നു വന്നു. Now listen to this. ഇത് കേൾക്കുക. We are all sinners. നമ്മളെല്ലാവരും പാപികളാണ്. When we turn to Jesus, നമ്മൾ കർത്താവിലേക്ക് തിരിയുമ്പോൾ our life is changed. നമ്മുടെ ജീവിതം മാറുന്നു. Our transformation begins. നമ്മുടെ രൂപാന്തരം ആരംഭിക്കുകയാണ്. Listen carefully. വളരെ ശ്രദ്ധിക്കുക. There's no healing in the body. Yes, there is no healing in the body. ദൈവത്തിന്റെ ശരീരത്തിന് സൗഖ്യം ഇല്ല. There is no healing in the mind. മനസ്സിന് സൗഖ്യമില്ല. Unless the healing begins in the spirit. ആത്മാവിൽ സൗഖ്യം ആരംഭിക്കുന്നില്ലെങ്കിൽ മനസ്സിനും ശരീരത്തിനും സൗഖ്യമില്ലെന്ന് തിരിച്ചറിയുക. Unless there's change of heart. നിങ്ങളുടെ ഹൃദയം രൂപാന്തരപ്പെടുന്നില്ലെങ്കിൽ, unless there's repentance, നിങ്ങൾ മാനസാന്തരപ്പെടുന്നില്ല എങ്കിൽ, unless you cry out to God, നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുക്കുന്നില്ലെങ്കിൽ, unless you cry, നിങ്ങൾ ദൈവത്തിന് മുൻപിൽ നിലവിളിക്കുന്നില്ലെങ്കിൽ, unless you say God where are you, ദൈവമേ നീ എവിടെയെന്ന് ചോദിക്കുന്നില്ലെങ്കിൽ, there's no transformation. അവിടെ ഒരിക്കലും ഒരു രൂപാന്തരം വരുന്നില്ല. How many are listening? എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? How many with me right now? എത്ര പേർ എന്നോട് കൂടെ ഉണ്ട്? Are you getting this? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? The church has become religious again. എന്തുകൊണ്ടാണ് ദൈവസഭ പലപ്പോഴും മതമണ്ഡലമായി തീരുന്നത്? 3 songs stand up, 2 songs sit down. 3 പാട്ട് നിന്ന് പാടുന്നു, 2 പാട്ട് ഇരുന്ന് പാടുന്നു. The more sound,
ആ എല്ലാ പാട്ടിനും ചിലതിന് കൈയടിക്കുന്നു. More sound, more power. ആ കൂടുതൽ പാടിയാൽ കൂടുതൽ കൈയടിച്ച കൂടുതൽ ശക്തി കിട്ടുന്നു. But still we have unforgiveness. ആ ഇന്നും നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നില്ല. Still we have anger. ആ ഇപ്പോഴും നമുക്ക് ജഡത്തിൽ കോപമുണ്ട്. Then we make prayer. എന്നിട്ട് നമ്മൾ പോയിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. May the love of God, the grace of Jesus, കർത്താവിന്റെ സ്നേഹ, പിതാവ് ദൈവത്തിന്റെ സ്നേഹം, കർത്താവ് and the fellowship of the Holy Spirit പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ be with you എന്നേക്കുമായി നിങ്ങളോട് now and forevermore. എന്നേക്കുമായി കൂടെ ഇരിക്കുമാറാകട്ടെ. So after that prayer, ആ പ്രാർത്ഥനയ്ക്ക് ശേഷം the sleeping Benedict gets up. അതെ, ആ ഉറങ്ങി ഇരിക്കുന്നവൻ ഇതാ കൂർക്കം വലിക്കുന്നവൻ ഉറക്കം നിർത്തി എണീക്കുകയാണ്. The little pillar will say, come on, the prayer is over, let's go home for lunch. ചെറിയ പിള്ളേര് പറയും, അതെ പ്രാർത്ഥന കഴിഞ്ഞു, വാ വീട്ടിൽ പോവാം. Are you listening? നിങ്ങൾ കേൾക്കുന്നു? What has happened to us? എന്താണ് നമുക്ക് സംഭവിച്ചത്? What began in the spirit, ആത്മാവിൽ തുടങ്ങിയിട്ട് we have turned into religion. നമ്മളിതാ മതമായി തീരുകയാണ്. The church is becoming more sick. ദൈവത്തിന്റെ സഭ എന്ന് പറയുന്നത് വെറും ഒരു കൂട്ടമായി തീരുന്നു. But the time has come. എന്നാൽ സമയം കടന്നു വന്നു കഴിഞ്ഞു. God is doing a restoration in the church. നഷ്ടപ്പെട്ടത് ദൈവത്തിന്റെ സഭയിലേക്ക് കർത്താവിത മടക്കിക്കൊണ്ടുവരികയാണ്. That only comes by revelation. അത് ദൈവത്തിന്റെ വെളിപ്പാടിൽ മാത്രമേ സംഭവിക്കത്തുള്ളൂ. Religion can give you information. മതത്തിന് നിങ്ങൾക്ക് ചില വിവരങ്ങൾ മാത്രം തരാൻ കഴിയും. Only revelation can bring transformation. എന്നാൽ പരിശുദ്ധാത്മാ നൽകുന്ന വെളിപ്പാടിന് മാത്രമേ രൂപാന്തരം കൊണ്ടുവരുവാൻ കഴിയത്തുള്ളൂ. Now listen carefully. വളരെ ശ്രദ്ധിക്കുക. We are here. നമ്മൾ അവിടെയായിരുന്നു. He lost. ആദാമിന് എല്ലാം നഷ്ടപ്പെട്ടു. What was free, എന്താണോ സൗജന്യമായി ഉണ്ടായിരുന്നത്, he has to pay. ഇപ്പോഴിതാ അവന് യാഗം കഴിക്കണം. Why did Jesus come? എന്തിനു വേണ്ടിയാണ് യേശു വന്നത്? This is powerful. Jesus did not come to take you to heaven. യേശു സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനല്ല അവൻ കടന്നു വന്നത്. Jesus never came to take us to heaven. സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനല്ല കർത്താവ് കടന്നു വന്നത്. Why did Jesus come? എന്തിനു വേണ്ടിയാണ് യേശു വന്നത്? Jesus came to bring heaven on earth. സ്വർഗത്തിൽ, അതെ, സ്വർഗത്തെ ഭൂമിയിലേക്ക് കൊണ്ടുവരുവാനായി യേശു കടന്നു വന്നു. What is in heaven? എന്താണ് സ്വർഗത്തില്? In heaven there is God's presence. ദൈവത്തിന്റെ സാന്നിധ്യം സ്വർഗത്തിലുണ്ട്. What is in heaven? എന്താണ് സ്വർഗത്തിലുള്ളത്? Life is in heaven. ജീവൻ സ്വർഗത്തിലുണ്ട്. What is in heaven? എന്താണ് സ്വർഗത്തിലുള്ളത്? Love is in heaven. സ്നേഹ Joy is in heaven. സന്തോഷമുണ്ട്. There's no sickness in heaven. സ്വർഗത്തിൽ രോഗങ്ങളില്ല. There's no depression in heaven. അവിടെ സ്വർഗത്തിൽ നിരാശയില്ല. There's no loneliness in heaven. അവിടെ സ്വർഗത്തിൽ ഏകാന്തതയില്ല. So why did Jesus come? എന്തിനു വേണ്ടിയാണ് യേശു വന്നത്? He did not come to give you religion. അവൻ നിങ്ങൾക്ക് മതം തരാനല്ല വന്നത്. He did not come to convert you. അവൻ നിങ്ങളെ രൂപാന്തരപ്പെടുത്താനല്ല. Why did Jesus come? കർത്താവ് വന്നത് to bring transformation. ഒരു സ്വർഗീയ വ്യത്യാസം നിങ്ങളിൽ വരുത്താനാണ്. What is transformation? എന്താണ് രൂപാന്തരം എന്ന് പറയുന്നത്? Is heaven on earth. സ്വർഗത്തെ ഭൂമിയിലേക്ക് ഇറക്കുന്ന ദൈവിക മാറ്റമാണ്. അതെ, ട്രാൻസ്ഫോർമേഷൻ. കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. If I die, ഞാൻ മരിച്ചാൽ while preaching, എന്തിനു വേണ്ടിയാണ്? if I die while preaching, അതെ, ഞാൻ പ്രസംഗിച്ചെടുക്കുമ്പോൾ മരിച്ചാൽ I'm not going to heaven. ഞാൻ സ്വർഗത്തിലല്ല പോകുന്നത്. I'm already in heaven. ഞാൻ സ്വർഗത്തിൽ തന്നെ ആയിരിക്കുകയാണ്. Hello. Why? എന്താ കാര്യം? It's like changing the clothes. അത് എൻ്റെ വസ്ത്രം മാറുന്നത് പോലെയാണ്. I remove these clothes. ഞാൻ ഈ വസ്ത്രം മാറുന്നു. It's gone down. അതവിടെ ഇടുന്നു. But inside, എൻ്റെ അകത്ത് I'm the same. ഞാൻ അതേപോലെ തന്നെയാണ്. Heaven is come inside of me. സ്വർഗം എൻ്റെ ഉള്ളിൽ കടന്നു വരുന്നു. When Christ comes, ക്രിസ്തു കടന്നു വരുമ്പോൾ heaven comes. സ്വർഗമാണ് എൻ്റെ ഉള്ളിലേക്ക് വരുന്നത്. That's what the Bible says. അതാണ് വേദപുസ്തകം പറയുന്നത്. Don't you know? നിങ്ങൾക്ക് അറിയത്തില്ലയോ? Your body is the temple. നിന്റെ ശരീരം ദൈവത്തിന്റെ മന്ദിരം. Temple of who? എന്താണ് ദൈവത്തിന്റെ മന്ദിരം? Temple of the most high God inside of you. സർവശക്തനായ ദൈവത്തിന്റെ മന്ദിരമാണ് നിങ്ങളുടെ ശരീരം. That is why you cannot touch anything unclean. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അശുദ്ധിയിൽ ജീവിക്കാൻ You കഴിയാത്തത്. cannot do anything unclean. നിങ്ങൾക്ക് അശുദ്ധിയിൽ You cannot see anything unclean. ചെയ്യാൻ പറയാത്തത്, നോക്കാൻ കഴിയാത്തത്. Why? എന്താ കാര്യം? Because your body is not transformed. കാരണം നിങ്ങളുടെ ശരീരം മാറിയിട്ടില്ല. You don't live in the physical body. നിങ്ങൾ ശരീരമണ്ഡലത്തിലാണ് That's ജീവിക്കുന്നത്. what Paul says. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്. A transformation statement. ഒരു രൂപാന്തരത്തിന്റെ സ്റ്റേറ്റ്മെന്റ് പൗലോസ് പറയുന്നു. It's no longer I live. ഇനി മേലാൽ ഞാനല്ല ജീവിക്കുന്നത്.
ജീവിക്കുന്നത്. Christ lives in me. ക്രിസ്തുവത്രേ എന്നിൽ The ജീവിക്കുന്നത്. life now I live. ഇപ്പോൾ ജീവിക്കുന്നതോ I live in faith in Son of God. ഞാൻ ക്രിസ്തു യേശുവിൽ ജീവിക്കുകയാണ്. As long as you live, നിങ്ങൾ ജീവിക്കുമ്പോൾ your old nature will be there. നിങ്ങളുടെ പഴയ സ്വഭാവം അവിടെ As ഉണ്ടായിരിക്കും. long as Christ lives, ക്രിസ്തു നിങ്ങളിൽ ജീവിക്കുമ്പോൾ Christ's nature will be there. ക്രിസ്തുവിന്റെ സ്വഭാവം നിങ്ങളിൽ In ഉണ്ടായിരിക്കും. Jesus, യേശുവേ there's the nature of the Father. പിതാവായി ദൈവത്തിന്റെ സ്വഭാവം യേശുവിലുണ്ട്. So we're going to learn from God's word. അതെ, ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നമുക്ക് പഠിക്കാം. ആമേൻ. So we learned God is our Father. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കി ദൈവമാണ് നമ്മുടെ പിതാവ്. God is a loving God. ദൈവം നമ്മുടെ സ്നേഹിക്കുന്ന പിതാവാണ്. He's come to give extravagant love for you and me. അത് നമ്മുടെ ജീവിതത്തിൽ കവിഞ്ഞൊഴുകുന്നതായ വലിയ സ്നേഹം നൽകുവാൻ കർത്താവ് ഈ How ലോകത്തിലേക്ക് is വന്നു. Father's extravagant love we know? എന്താണ് കർത്താവ് യേശുവിന്റെ കവിഞ്ഞൊഴുകുന്നതായ സ്നേഹം എന്ന് പറയുന്നത്? By giving His Son Jesus. തന്റെ പ്രിയപുത്രനായ യേശുവിനെ നൽകിയത് നിമിത്തം. Hallelujah. ഹല്ലേലൂയ. Now let's go in the text. നമുക്ക് ദൈവവചനത്തിലേക്ക് എത്തിരിക്കാം. Why? Because we need the revelation. കാരണം എന്തിനു വേണ്ടിയാണ് വചനം പഠിക്കുന്നത്? കാരണം ക്രിസ്തുവിൽ വളരുവാൻ, രൂപാന്തരപ്പെടുവാൻ നമുക്ക് വെളിപ്പാട് ആവശ്യമാണ്. God's word brings revelation. ദൈവത്തിന്റെ വചനമാണ് വെളിപ്പാട് കൊണ്ടുവരുന്നത്. I can talk and talk and talk. എനിക്ക് ഇങ്ങനെ പറഞ്ഞു നിൽക്കാൻ That will be കഴിയും. only knowledge. നിങ്ങൾക്ക് കുറെ അറിവ് കിട്ടുമായിരിക്കും. That will be only information. അതെ, ചില വിവരങ്ങൾ മാത്രം നിങ്ങളുടെ തലയ്ക്ക് You ഉണ്ടാകും. can be here 21 days just knowledge. നിങ്ങളുടെ തലയിൽ ഇങ്ങനെ അറിവ് അറിഞ്ഞ് മാത്രമേ ഇരിക്കാൻ പറ്റൂ. Paul said, Peter said, this one said, but still nothing happened. പൗലോസ് പറഞ്ഞു, പത്രോസ് പറഞ്ഞു, വേറെ പലരും പറഞ്ഞു, ഇതെല്ലാം തലയിൽ ഇങ്ങനെ ഇരിക്കും. There's enough knowledge in the church. ദൈവത്തിന്റെ സഭയ്ക്ക് അറിയാത്തതൊന്നുമില്ല. What we need the revelation. എന്നാൽ നമുക്ക് രൂപാന്തരപ്പെടുത്തുന്ന വെളിപ്പാടാണ് ആവശ്യമായിരിക്കുന്നത്. I promise you. ഞാൻ നിങ്ങളോട് വാഗ്ദത്തമായി പറയട്ടെ, But tomorrow afternoon, നാളെ ഉച്ചയ്ക്ക് ശേഷം your life will be changed forever. നിങ്ങളുടെ ജീവിതം എന്നേക്കുമായി കർത്താവ് മാറ്റുവാൻ പോകുകയാണ്. There's a new season come. പുതിയൊരു കാലത്ത് നമ്മൾ വന്നു കഴിഞ്ഞു. When I entered this ground, ഞാൻ ഈ ഗ്രൗണ്ടിലേക്ക് വന്നപ്പോൾ God spoke into my heart. കർത്താവ് എന്നോട് ഇപ്രകാരം There's a പറഞ്ഞു, new season here. ഒരു പുതിയ കാലം ഇതാ ദൈവജനത്തിൽ വന്നു Everyone under കഴിഞ്ഞു. this tent, ഈ പന്തലിന് കീഴിലിരിക്കുന്ന ഓരോ വ്യക്തികളും, everyone listening to us, എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികളും, your new season has നിങ്ങളുടെ begun. പുതിയ കാലം വന്നു കഴിഞ്ഞു. Write this down. എഴുതിയെടുക്കുക. John chapter 4. യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായം. Here is a woman, അവിടെ ഇതാ ഒരു സ്ത്രീയെ നമുക്ക് കാണുവാൻ കഴിയും. Samaritan woman. ശമര്യക്കാരത്തിയായ Look സ്ത്രീ. at me. എല്ലാവരും എന്നെ നോക്കിയാട്ടെ. Those days, ആ ദിവസങ്ങളിൽ women were never allowed in the temple. ദൈവത്തിന്റെ ആലയത്തിൽ പ്രവേശിപ്പാൻ സ്ത്രീകളെ അനുവദിച്ചിരുന്നില്ല. Temple, she cannot even think. ആലയത്തിൽ പോകാമെന്ന കാര്യം സ്ത്രീകൾക്ക് ചിന്തിക്കാൻ പോലും കഴിയത്തില്ല. But this woman, എന്നാൽ ഈ സ്ത്രീ, she's a Samaritan. അവള് ശമര്യക്കാരത്തിയാണ്. But she comes to Jesus. അവൾ യേശുവിന്റെ അടുക്കിലേക്ക് വരുന്നു. She asks him, അവൾ യേശുവിനോട് ചോദിക്കുന്നു, should I go to Jerusalem to worship? ഞാൻ യെരുശലേമിൽ പോയി ആരാധിക്കട്ടെ? Or should I go to the temple to worship? ഞാൻ On the mountain? മലയിൽ പോയി ആരാധിക്കട്ടെ? Where should I go? എവിടെയാണ് പോയി ആരാധിക്കേണ്ടത്? I'm hungry for God. ഞാൻ ദൈവത്തിന് വേണ്ടി ദാഹമുള്ളവളാണ്. And Jesus says, യേശു പറഞ്ഞു, now. ഇപ്പോൾ. Underline that word now. ഇപ്പോൾ എന്ന വാക്ക് അണ്ടർലൈൻ ചെയ്താട്ടെ. When did that word now come? എപ്പോഴാണ് ഇപ്പോൾ എന്ന വാക്ക് വന്നത്? Here's a revelation. ഇതാണ് വെളിപ്പാട്. When Jesus came on this earth, യേശു ഈ ലോകത്തിൽ കടന്നു വന്നപ്പോൾ, that's the time now. അന്ന് മുതൽ എപ്പോഴും ദൈവസഭയിൽ ഇപ്പോഴാണ് സമയം. That time. അന്ന് മുതൽ. From that day onwards. ദിവസം മുതൽ. The day Jesus came. യേശു കർത്താവ് വന്നത് മുതൽ. When heaven was open. സ്വർഗ്ഗം തുറക്കപ്പെട്ടു കഴിഞ്ഞു. When the Spirit of God came upon him. ദൈവത്തിന്റെ ആത്മാവ് കടന്നു വന്നു. From that day. ദിവസം മുഴുവൻ. Till today. ഇന്ന് വരെ. The heaven is not shut. തുറന്ന സ്വർഗ്ഗം അടഞ്ഞിട്ടില്ല. Amen. Come on, man. Yeah. Are you listening? നിങ്ങൾ മനസ്സിലാകുന്നോ? Hello, I don't get your response. നിങ്ങളുടെ പ്രതികരണം പോരാ. You're sitting like this. നിങ്ങൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. Okay, preacher. അതൊക്കെ പ്രസംഗിക്കുന്ന കൊള്ളാം. You're not excited. നിങ്ങൾ അത്രത്തോളം ആവേശത്തിലല്ല. Hello. This is how I see. ഇതാണ് എനിക്ക് പറയാനുള്ളത്. This is how I read. ഇങ്ങനെയാണ് ഞാൻ വായിക്കുന്നത്. This is how I perceive. ഇങ്ങനെയാണ് ഞാൻ സ്വീകരിക്കുന്നത്. When I come, ഞാൻ കടന്നു വരുമ്പോൾ, Jesus, യേശു, open heaven. സ്വർഗ്ഗം തുറന്നു കഴിഞ്ഞു. I don't have to pray for open heaven. ഒരു തുറന്ന സ്വർഗ്ഗം തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. Some of you are praying, God open heaven. കർത്താവ് ചിലർ പ്രാർത്ഥിക്കുന്നു, സ്വർഗ്ഗം തുറക്കണേ. And God is saying,
കർത്താവ് പറയുന്നു, Mole, മോളെ, Mone, മോനെ, you're not reading my word. എന്റെ വചനം നീ വായിക്കുന്നില്ലയോ? You have only information. നിനക്ക് കുറെ അറിവ് മാത്രമേ തലയിലുള്ളൂ. You don't have the revelation. നിനക്ക് ഹൃദയത്തിൽ വെളിപ്പാടില്ലയോ? You have a door in your house. നിന്റെ വീട്ടില് വാതിലുണ്ടോ? എത്ര പേർക്കുണ്ട്? വീട്ടിലെ door. വീട്ടില് ഡോറുണ്ടോ? When you open the door നിങ്ങൾ ആ വാതിൽ തുറക്കുമ്പോ and that person doesn't come inside, ആ വ്യക്തി ഉള്ളിലേക്ക് കടന്നു വരുന്നു. ഉള്ളിലേക്ക് കടന്നു വരാത്ത വ്യക്തി, യെസ്, only two reasons they will not come. രണ്ട് കാര്യം കൊണ്ടാണ് അവർ അകത്ത് വരാത്തത്. Number one, ഒന്ന്, they can't see. അവർക്ക് ഒന്നിൽ കാണാൻ പറ്റുന്നില്ല. Number two, രണ്ട്, something is wrong with them. അവരുടെ മനസ്സിന് എന്തോ കുഴപ്പമുണ്ട്. അതുകൊണ്ടാണ് വാതിൽ തുറന്ന് കിടന്നിട്ട് അവരകത്ത് വരാത്തത്. You said what I said? യെസ്, Okay. പ്രോമിസ് യു. The door is open. വാതിൽ തുറന്ന് കിടക്കുക. You should come in. അവര് നിശ്ചയമായിട്ട് അകത്ത് വരേണ്ടതാ. There's a big dinner table. അവിടെ വലിയൊരു വിരുന്ന് ശാലയുണ്ട്, അല്ലെങ്കിൽ ടേബിൾ ഉണ്ട്. One for the king. ഒന്ന് രാജാവിന്, And one for you. മറ്റൊന്ന് നിനക്ക്. But you're still waiting outside. നീ ഇതാ വെളിയിൽ നിൽക്കുകയാണ്. Open the door. വാതിൽ തുറക്കണമേ, Open the door. വാതിൽ തുറക്കണമേ, Open the door. വാതിൽ തുറക്കണമേ. And he's saying, അവൻ പറയുന്നു, hello. The door is open. ഇതാ വാതിൽ തുറന്ന് കിടക്കുകയാണ്. 2000 years I've opened the door. 2000 വർഷമായി, നീ ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിനക്ക് വേണ്ടി വാതിൽ തുറന്നിട്ടൊക്കെയാണ്. Plus 2000 years we are waiting outside. ഈ 2000 വർഷം നമ്മൾ വെളിയിൽ നിൽക്കുകയാണ്. Baba Yeshu, give something. യേശുവേ എന്തെങ്കിലും തരണമേ. And we are like that woman. Even the little bread falls on the table from down, I will eat. അതെ, ആ സ്ത്രീ പറയുന്നത് പോലെ മേശയ്ക്ക് കീഴിൽ നിന്ന് ഒരു നുറുക്ക് ഞാൻ തിന്നോളാം. But in the house of God will make more noise. കർത്താവിന്റെ സന്നിധിയിൽ വന്ന് ഭയങ്കരമായിട്ട് നമ്മൾ ബഹളം ഉണ്ടാകും. But when you go back, നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഈ കാണിക്കുന്ന പോലെ കാണിക്കും. you do what I did. Come on. Are you listening? ഇങ്ങനെ കാണിക്കും. Hello. ഹലോ. Why? എന്താ കാര്യം? Because we don't have revelation. കാരണം നമുക്ക് ദൈവത്തിൽ നിന്നുള്ള വെളിപ്പാടില്ല. We have knowledge. നമുക്ക് അറിവേ ഉള്ളൂ. Write this down. എഴുതി എടുക്കുക. Church in India, ഇന്ത്യയിലുള്ള ദൈവസഭ, church in the world, ലോകത്തിലുള്ള ദൈവസഭ, we are growing. Church is growing biologically. ബയോളജിക്കലി ജനീകമായി ദൈവസഭ വളരുന്നു. Denominationally. സംഘടനാപരമായി സഭ വളരുന്നു. Knowledgeably. അറിവിൽ ദൈവസഭ വളരുന്നു. Informationally. അറിവിൽ ദൈവസഭ വളരുന്നു. Technologically. ടെക്നോളജിക്കലി സഭ വളരുന്നു. Financially. സാമ്പത്തികമായി സഭ വളരുന്നു. Religiously. മതപരമായി സഭ വളരുന്നു. Doctrinally. ഉപദേശപരമായി സഭ വളരുന്നു. All 8 ways churches are growing. ഇങ്ങനെയുള്ളതായ 8 കാര്യങ്ങൾ സഭ വളരുന്നു. Even music is growing. സംഗീതം വളരുകയാണ്. Sound is growing. ശബ്ദം വളരുകയാണ്. But the church needs to grow in revelation, spiritually. ആത്മാവിൽ ദൈവത്തിന്റെ സഭ വളരേണ്ടത് ആവശ്യമാണ്. How do you grow spiritual? എങ്ങനെയാണ് ആത്മാവിൽ വളരേണ്ടത്? How do you grow revelation? എങ്ങനെയാണ് വെളിപ്പാടിൽ വളരുന്നത്? Look at me. വളരെ ശ്രദ്ധിക്കുക. The key for transformation രൂപാന്തരത്തിന്റെ താക്കോൽ എന്ന് പറയുന്നത് is a revelation. അത് വെളിപ്പാടാണ്. Key for transformation രൂപാന്തരത്തിന്റെ താക്കോൽ എന്ന് പറയുന്നത് is not Holy Spirit. അത് പരിശുദ്ധാത്മാവല്ല. Look at me. വളരെ ശ്രദ്ധിക്കുക. This is very important. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. Key താക്കോല് for transformation രൂപാന്തരത്തിന് വേണ്ടിയുള്ളത് is revelation. അത് ദൈവികമായ വെളിപ്പാടാണ്. Not the Holy Spirit. അത് പരിശുദ്ധാത്മാവല്ല. How do I say it? എങ്ങനെയാണ് എനിക്കത് പറയാൻ കഴിയുന്നത്? Jesus was passing by. യേശു കർത്താവ് അതുവഴി നടന്നു പോകുന്നു. The woman was bleeding. രക്തസ്രവക്കാരിയായ സ്ത്രീ, she heard. അവൾ കേട്ടു. The healer is passing. ഇതാ സൗഖ്യമാക്കുന്നവൻ കടന്നു പോകുകയാണ്. She had the revelation. അവൾക്ക് ആ വെളിപ്പാട് കിട്ടി. She comes out of the house. അവൾ ആ വീട്ടിലേക്ക് കടന്നു വന്നു. Unclean. അശുദ്ധിയായ സ്ത്രീ. Impure. അശുദ്ധിയായ സ്ത്രീ. And she says, അവൾ പറഞ്ഞു, if only ഞാൻ പോയി I touch the hem of his garment, അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ ഞാൻ തൊട്ടാൽ I shall be healed. എനിക്ക് സൗഖ്യം വരും. Wait.
There were so many close to Jesus. ഒത്തിരി പേര് അവിടെ ചുറ്റും നിൽക്കുന്നുണ്ട്. They were close to Jesus. യേശുവിനോട് ഒത്തിരി പേര് ചേർന്ന് നിൽക്കുന്നു. Nobody received healing. ആർക്കും അവിടെ സൗഖ്യം ഉണ്ടായില്ല. Only that woman, ആ സ്ത്രീയെ, she was from far. അവർ അകലെ നിന്നാണ് വരുന്നത്. She had the revelation. അവൾക്ക് വെളിപ്പാടുണ്ടായിരുന്നു. These people, ഈ ജനം, they had the knowledge. അവർക്ക് അറിവേ ഉള്ളൂ ഇത് They had the യേശു. understanding. അവർക്ക് അറിവേ They ഉണ്ടായിരുന്നുള്ളൂ. could feel Jesus. അവർക്ക് യേശുവിനെ അനുഭവിക്കാൻ They heard കഴിയും. the voice of Jesus. അവർ യേശുവിന്റെ ശബ്ദം But കേൾക്കുന്നു. they never had revelation. എന്നാൽ അവർക്ക് ദൈവികമായ വെളിപ്പാടില്ല. അതുകൊണ്ട് ആ വിടുതൽ അവർക്ക് പ്രാപിപ്പാൻ കഴിഞ്ഞില്ല. കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ച്. The revelation വെളിപ്പാട് brings the transformation. ആ വെളിപ്പാടാണ് അവൾക്ക് രൂപാന്തരം Why കൊടുത്തത്. do we need revelation? എന്തുകൊണ്ടാണ് നമുക്ക് വെളിപ്പാട് വേണ്ടിയത്? It reveals to you. അത് നിങ്ങളുടെ ജീവിതത്തിൽ ആ വെളിപ്പാട് വെളിപ്പെടുത്തുകയാണ്. He is with you. ആ വെളിപ്പെടുത്തുന്നതിനോട് കൂടെയുണ്ട്. He will never leave you nor forsake you. ആ പരിശുദ്ധ ആത്മാവ് ഒരിക്കലും നിങ്ങളെ തള്ളിക്കളയുമില്ല, He ഉപേക്ഷിക്കുമില്ല. will reveal to you. അവനാണ് വെളിപ്പാട് നൽകുന്നത്. Look at me, look at me, look at me. What will he reveal? എന്താണ് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നത്? This is powerful. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. This is very powerful. ഇത് വളരെ ശക്തിയുള്ളതാണ്. The written word. എഴുതപ്പെട്ടതായ വചനം. This written word. ഇതാണ് എഴുതപ്പെട്ട വചനം. We become a living word. നമ്മൾ ജീവനുള്ള വചനമായി തീരുന്നു. That living word. ആ ജീവനുള്ളതായ വചനം becomes a manifested word. അത് വെളിപ്പെടുന്നതായ വചനമാണ്. When we don't get sleep, നമ്മൾ ഉറക്കം വരാതിരിപ്പോ people take the Bible, put it below. ബൈബിൾ എടുത്ത് തലയുടെ അടുത്ത് വെച്ചാൽ നല്ല ഉറക്കം കിട്ടുമെന്നാണ് ജനം പറയുന്നത്. By putting Bible under your pillow, തലയുടെ അടുത്ത ബൈബിൾ വെച്ചിട്ട് you will not get good sleep. നിങ്ങൾക്ക് നല്ലൊരു ഉറക്കം കിട്ടത്തില്ല. You'll get sprained neck. നിങ്ങൾക്ക് അത് കഴുത്തിന് നല്ല വേദനയും ഉണ്ടാകത്തുള്ളൂ. In some parts, ചില സ്ഥലങ്ങളിൽ when people are demon possessed, പിശാച് ബാധിച്ചു കഴിഞ്ഞാൽ, പിശാച് വെളിപ്പെട്ട് they കഴിഞ്ഞാൽ take the Bible അവർ ബൈബിൾ എടുക്കും. and they'll hit. പിശാച് ബാധിച്ച വ്യക്തിയെ അവർ ബൈബിൾ കൊണ്ട് അടിക്കാം. By hitting the Bible, the demons don't go. ബൈബിൾ കൊണ്ട് അടികൊണ്ടാൽ വേദനിച്ച് സാത്താൻ പോകത്തില്ല. Hello. What is revelation? എന്താണ് വെളിപ്പാടെന്ന് പറയുന്നത്? What is revelation? എന്താണ് വെളിപ്പാടെന്ന് പറയുന്നത്? Revelation is വെളിപ്പാടെന്ന് പറയുന്നത് this written word ഈ എഴുതപ്പെട്ടതായ വചനം becomes living. അത് ജീവനുള്ളതായി തീരുന്നു. In Jesus' time, യേശുവിന്റെ കാലത്ത് Jesus was the living word. യേശുവായിരുന്നു ജീവനുള്ള ദൈവത്തിന്റെ വചനം. Today we don't have Jesus. ഇന്ന് നമുക്ക് യേശു അക്ഷണികമായി നമ്മുടെ കൂടെ ഇല്ല. In Jesus' time, യേശുവിന്റെ കാലത്ത് Jesus was the comforter. യേശുവായിരുന്നു ആശ്വാസപ്രദൻ. When Jesus ascended to heaven, യേശു കർത്താവ് സ്വർഗ്ഗത്തിലേക്ക് പോയപ്പോൾ Holy Spirit was the comforter. പരിശുദ്ധാത്മാവായി ആശ്വാസപ്രദൻ. In Jesus' time, യേശുവിന്റെ കാലത്ത് Jesus was the teacher. യേശുവായിരുന്നു ഗുരു. When Jesus left, യേശു കർത്താവ് കടന്നു പോയപ്പോൾ Holy Spirit became the teacher. പരിശുദ്ധാത്മാവായി നമ്മുടെ ഗുരു. Yes. Are we learning? നമ്മൾ മനസ്സിലാക്കുന്നോ? Amen. So what we need is not the knowledge. അതുകൊണ്ട് നമുക്ക് അറിവല്ല വേണ്ടിയത്. Who is apostle? ആരാണ് അപ്പോസ്തലൻ? Who is apostle's father? ആരാണ് അപ്പോസ്തലന്റെ പിതാവ്? Who is Ezekiel's mother? അതാണ് എസെക്കിയേലിന്റെ മാതാവ്. What is the Hebrew version and the Greek version? എന്താണ് ഗ്രീക്ക്, എന്താണ് ഹീബ്രു? We don't need knowledge. നമുക്ക് കുറച്ച് അറിവല്ല വേണ്ടിയത്. We need the revelation. നമുക്ക് ദൈവത്തിന്റെ വെളിപ്പാടാണ് നമുക്ക് വേണ്ടിയത്. Isaiah 40 യെശയ്യാപ്രവചനം 40-ാം അധ്യായം verse 5 says, അതിന്റെ 5-ാം വാക്യം പറയുന്നു. No problem, please. Are you listening? നിങ്ങൾ മനസ്സിലാകുന്നു? Isaiah 40 യെശയ്യാപ്രവചനം 40-ാം അധ്യായം 5-ാം വാക്യം. God will reveal his glory. ദൈവം തന്റെ മഹത്വത്തെ വെളിപ്പെടുത്തും. And all the mankind will see. എല്ലാ മനുഷ്യരും ആ മഹത്വത്തെ കാണും. Look at me. Only God. ദൈവം. Only God. ദൈവം മാത്രം. Not apostle. ഒരു അപ്പോസ്തലനല്ല. Not prophet. ഒരു പ്രവാചകനല്ല. No pastor. ഒരു പാസ്റ്ററല്ല. No teacher. No evangelist. ഒരു സുവിശേഷകനല്ല. You bring all of them together. നിങ്ങൾ എല്ലാവരെയും ഒരു റൂമിനകത്ത് from all over the world. എല്ലാ ലോകത്തുള്ള എല്ലാവരെയും കൊണ്ടുവാ. All of them put together. എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിരുത്തുക. Cannot bring the revelation of who God is. ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് ഒരു ദൈവദാസനും അതേ വെളിപ്പെടുത്താൻ കഴിയത്തില്ല. Only God can reveal himself who God is. ദൈവത്തിന് മാത്രമേ തന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുവാൻ തക്കോണം കഴിയത്തുള്ളൂ. ആമേൻ.
Are we learning? നിങ്ങൾ മനസ്സിലാകുന്നോ? So when you read the word, നിങ്ങൾ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ you ask the Holy Spirit, നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് ചോദിക്കുന്നു, reveal to me. ഓ എനിക്ക് ആ വെളിപ്പാട് നൽകണമേ. What is transformation? എന്താണ് രൂപാന്തരം? Reveal to me. എനിക്ക് വെളിപ്പെടുത്തണമേ. And when the revelation comes, ആ ദൈവിക വെളിപ്പാട് വരുമ്പോൾ you don't need anybody to lay hands on you. നിന്റെ മേൽ വേറെ ആരും കൈവയ്ക്കേണ്ട ആവശ്യം പോലും ഇല്ല. Your healing നിങ്ങളുടെ സൗഖ്യം is in you. അത് നിന്നിലാണ്. Your healing നിന്റെ സൗഖ്യം is your portion. അത് നിന്റെ Your healing അവകാശമാണ്. is your birthright. അത് നിന്റെ ജന്മാവകാശമാണ്. Your healing അതെ is your bread. നിന്റെ അപ്പമാണ്. Spirit, soul and body. ആത്മാവ്, മനസ്സ്, അതെ ശരീരം. Everywhere God is going to heal you. എല്ലാ ഏരിയകളിലും ദൈവം നിന്നെ സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്നു. How many say amen? എത്ര പേര് ആമേൻ പറയും? Are you enjoying this? എത്ര പേര് മനസ്സിലാകുന്നുണ്ട്? Write this down. എഴുതിയെടുത്താട്ടെ. In the physical body, ശരീരമണ്ഡലത്തില്, physical body, ശരീരത്തില് we get hungry. നമുക്ക് വിശക്കാറുണ്ട്. When you don't eat food. നിങ്ങൾ ആഹാരം കഴിക്കാതിരിക്കുമ്പോൾ. Is it correct? Not correct? ശരിയാണോ? ആഹാരം കഴിക്കാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് വിശക്കാറുണ്ട്. No ചോറ്, no തൈര്, no മീൻ, no കറി. ചോറ്, തൈര്, മീന്, കറി ഒന്നും കാണത്തില്ല. Nothing. ഒന്നും കാണത്തില്ല. Only oxygen. ഓക്സിജൻ മാത്രമേ കിട്ടത്തുള്ളൂ. You don't eat for some time. നിങ്ങൾ കുറേ നേരം കഴിക്കാതിരിക്കുമ്പോൾ you get hungry. നിങ്ങൾക്ക് വിശപ്പുണ്ടാകും. If you diet, നിങ്ങൾ ആഹാരം കുറച്ച് കഴിക്കുമ്പോൾ you get hungry. നിങ്ങൾക്ക് വിശപ്പുണ്ടാകും. Is it true? ശരിയല്ലേ? So for the physical body, ശാരീരിക മണ്ഡലത്തിൽ you get hungry നിങ്ങൾക്ക് വിശപ്പുണ്ടാകുന്നു when you do not eat food. നിങ്ങൾ ആഹാരം കഴിക്കാതിരിക്കുമ്പോൾ. For the spiritual body, ആത്മീയ ശരീരത്തിന് you get hungry നിങ്ങൾക്ക് വിശക്കും when you eat food. നിങ്ങൾ ആഹാരം കഴിക്കുമ്പോഴും നിങ്ങൾക്ക് വിശപ്പുണ്ടാകും. That means അതിന്റെ അർത്ഥം the more the revelation of God's word, the more hungry you get for God. എത്രത്തോളം വെളിപ്പാട് നിങ്ങൾ കഴിച്ചിട്ടേ ഇരിക്കോ മതിയെന്ന് അകത്തെ മനുഷ്യൻ പറയത്തില്ല. എത്രത്തോളം കഴിക്കുമോ വീണ്ടും വേണം, വീണ്ടും വേണം, വീണ്ടും വേണമെന്ന് അകത്തെ മനുഷ്യൻ പറഞ്ഞിട്ടേ ഇരിക്കും. That's why we should be hungry. അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തിന് വേണ്ടി ദാഹമുള്ളവരായി. നമ്മൾ വീണ്ടും ദൈവത്തിന് വേണ്ടി ദാഹമുള്ളവരായി. For the revelation. വെളിപ്പാടിന് വേണ്ടി. God reveal yourself. കർത്താവ് ഇനി എനിക്ക് God reveal yourself. അങ്ങയെ കുറിച്ച് ഇനിയും വെളിപ്പെടുത്തണമേ. Isaiah യെശയ്യാ പറയുന്നു, was in the wilderness. അവന് മരുഭൂമിയിലായിരുന്നു. All the prophets were busy. എല്ലാ പ്രവാചകന്മാരും തിരക്കാണ്. All the priests were busy. എല്ലാ പുരോഹിതന്മാരും തിരക്കാണ്. There was a fight between the country. അവരിതാ രാജ്യത്തിൽ പോരാട്ടത്തിലായിരിക്കുന്നു. But Isaiah എന്നാൽ യെശയ്യാവ് was hungry. ദൈവത്തിന് വേണ്ടി God, ദൈവമേ show us what is the future. എന്താണ് ഈ രാജ്യത്തിന്റെ Reveal yourself to me. കാണിക്കണമേ, എനിക്ക് കാണിക്കണമേ. And God reveals. ദൈവം അത് അവന് വെളിപ്പെടുത്തി. Unto us a child is born. ഇതാ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. നമുക്കിതാ ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവന്റെ തോളിലിരിക്കുന്നു. Mighty God, everlasting Father, Prince of Peace, സമാധാന പ്രഭു. and this government, അവന്റെ and the peace, അവന്റെ there സമാധാനം, shall be no end. അവിടെ അവന് അന്ത്യം വരത്തില്ല. Isaiah gets 7 revelations of Yeshua. അതേ യേശു കർത്താവിനെ കുറിച്ച് 7 വെളിപ്പാട് ദാഹത്തോടെ കാത്തിരുന്ന യെശയ്യാവിന് കിട്ടുകയാണ്. There was no Bible those days. ആ ദിവസങ്ങളിൽ വേദപുസ്തകം ഇതുപോലെ ഒരു പുസ്തകമായിട്ടില്ല. But Holy Spirit made note. പരിശുദ്ധാത്മാവ് അത് ഒരു നോട്ട് ഉണ്ടാക്കി. All the 7 prophecies coming to pass. 7 പ്രവചനം ഇതാ നിറവേറുകയാണ്. And we are on that 8th day. നമ്മളിതാ 8ാം നാളിലായിരിക്കുന്നു. The new season. ഒരു പുതിയ കാലത്ത്. And the government and peace, there shall be no end. കർത്താവിന്റെ ആധിപത്യത്തിന് ഒരു അന്തവുമില്ല. Every other government will fall. എല്ലാ ഗവൺമെന്റും തകർന്നു പോകും. Only government of God is going to increase. എന്നാൽ കർത്താവിന്റെ സാമ്രാജ്യം മാത്രം ഒരിക്കലും everything else will fall away. എല്ലാം തകർന്നു പോകും. But the government of God is going to increase. എന്നാൽ ദൈവത്തിന്റെ രാജ്യം തകരാതെ നിൽക്കും. But you and I, we need revelation. അതിനുവേണ്ടി ആ വെളിപ്പാട് നമുക്ക് ആവശ്യമാണ്. If you have no revelation, നിങ്ങൾക്ക് ആ വെളിപ്പാട്
വെളിപ്പാടില്ലെങ്കിൽ you will be going to church. ഓ നിങ്ങൾ സഭയിൽ മാത്രമായി 3 songs stand up, 2 songs sit down. അതെ 3 പാട്ട് നിന്ന് പാടും 2 പാട്ട് ഇരുന്ന് പാട്ടി Sound. ആ അടിച്ചടിച്ച് ബഹളം Nothing ഉണ്ടാക്കും. is happening. ഒന്നും ജീവിതത്തിൽ മാറ്റമില്ല. And then go to another church. എന്നിട്ട് ഇവിടെ ഒന്നും കിട്ടാത്തതുകൊണ്ട് വേറെ This pastor is no good. That pastor. ഈ പാസ്റ്റർ നല്ലതല്ല, അതുകൊണ്ട് അപ്പുറത്തെ പാസ്റ്റർ ആണ് നല്ലത്. We don't go for word of God. കാരണം ദൈവവചനത്തിന്റെ വെളിപ്പാടിലേക്ക് നമ്മൾ പോകുന്നില്ല. We don't read the word of God. നമ്മൾ ദൈവവചനം വായിക്കുന്നില്ല. But we want future. നമുക്ക് ഭാവി വേണം. Where is the prophet coming? എവിടെയാണ് പ്രവാചകൻ വരുന്നത്? Give some envelope. അവന് ഒരു കവർ കൊടുക്കുന്നു. And the prophet will prophesy. എന്നിട്ട് പ്രവാചകൻ പ്രവചിക്കുന്നു. Then wait for another prophet. എന്നിട്ട് അടുത്തൊരു പ്രവാചകൻ. Then another prophet. എന്നിട്ട് വേറൊരു പ്രവാചകൻ. But we don't have revelation. നമുക്ക് വെളിപ്പാടില്ല. ആമേൻ പറ. That's their testimony. Some of the people wonderful. Listen to this. Nothing wrong in prophet. അതെ, പ്രവാചകന് കുഴപ്പമുണ്ടെന്നല്ല പറഞ്ഞേ. Nothing wrong in prophecy. പ്രവചനത്തിന് കുഴപ്പമുണ്ടെന്നല്ല പറഞ്ഞേ. Prophecy will only confirm what God is already doing. ദൈവം എന്താണോ ചെയ്യുന്നത് പറഞ്ഞത് അതിനെ കൺഫേം ചെയ്യുന്നതാണ്, ഉറപ്പിക്കുന്നതാണ് പ്രവചനം. One lady asked me. ഒരു സ്ത്രീ എന്നോട് ചോദിച്ചു In like this convention. ഇങ്ങനെ ഒരു മീറ്റിംഗില്, Man of God. ദേവദാസനെ Prophesy over me. എന്നെ നോക്കി പ്രവചിക്കണമേ. I said, thus says the Lord. ഞാൻ പറഞ്ഞു, കർത്താവ് ഇങ്ങനെ പറയുന്നു, I will never leave you nor forsake you. ഞാൻ നിന്നെ കൈവിടിക്കുകയില്ല I will ഉപേക്ഷിക്കില്ല. be with you until the end. ഞാൻ ലോകാവസാനത്തിന്റെ എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. And she said, അവൾ പറഞ്ഞു, prophet of God. ദൈവത്തിന്റെ That പ്രവാചകൻ. is it, the Bible you're speaking. Give me prophecy. അത് ബൈബിളാണ് നീ പറഞ്ഞത്. അതെ, പ്രവചനം പറഞ്ഞാട്ടെ. Today people don't want the word of God. ഇന്ന് ജനത്തിന് ദൈവവചനം വേണ്ട. So many Christian prophets are becoming fortune tellers. അതുകൊണ്ട് ഇന്ന് മിക്കവാറും സഭയിലുള്ള പല പ്രവാചകന്മാരും കൈനോട്ടക്കാരെ പോലെ ആയിരിക്കുകയാണ്. You will marry this one, that will marry that one, this will marry this. We keep on talking personal അവരെ prophecies. കെട്ടും അവൻ വേറെ കെട്ടും മറ്റേത് ഇങ്ങനെ നടക്കും എന്ന് പറഞ്ഞിങ്ങനെ പ്രശ്നം പറയുകയാണ്. What is so hallelujah in this? അതിനെന്താ, എന്തിനു വേണ്ടി ഹല്ലേലൂയ പറഞ്ഞേ? Listen carefully. വളരെ ശ്രദ്ധിക്കുക. My name is Shaker. എൻ്റെ പേര് ശേഖർ എന്നാണ്. I will shake you. ശേഖർ എന്ന് പറഞ്ഞാൽ ഷേക്ക് നിങ്ങളെ ഒലയ്ക്കുമെന്നാണ് അർത്ഥം. If I don't come here again, ഞാൻ ഇനി ഇവിടെ വീണ്ടും വന്നില്ലെങ്കിൽ it doesn't matter. എനിക്ക് സാരമില്ല. I'm not looking for pulpit. ഞാൻ പ്ലാറ്റ്ഫോമിലല്ല നോക്കുന്നത്. But I want to see you in heaven. അതെ, നിങ്ങളെ സ്വർഗത്തിൽ കാണാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. I want to see transformation. നിങ്ങൾ മാറ്റപ്പെട്ടവരായി കാണുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. Are you listening? നിങ്ങൾ കേൾക്കുന്നോ? I'm telling you. ഞാൻ നിങ്ങളോട് പറയുന്നു, In this church, ഈ ദൈവസഭ, God is going to raise up many women of God from this place. ഇവിടെ നിന്ന് ധാരാളം സ്ത്രീകളെ കർത്താവ് എഴുന്നേൽപ്പിക്കാൻ വേണ്ടി പോകും. You will walk in revelations. നിങ്ങൾ ദൈവത്തിന്റെ വെളിപ്പാടിൽ You will walk in authority. നിങ്ങൾ അധികാരത്തിൽ നടക്കും. You will become an instrument of healing in this land. ഈ ദേശത്തിന്റെ സൗഖ്യത്തിന് വേണ്ടി ദൈവം നിങ്ങൾ ഉപയോഗിക്കും. Because God is going to empower you. കാരണം കർത്താവ് നിങ്ങളെ ശക്തിപ്പെടുത്തുവാൻ പോകും. In Jesus' name. യേശുവിന്റെ നാമത്തിൽ. Let's get back to the word. ദൈവത്തിന്റെ വചനത്തിലേക്ക് കടന്നു വരാം. The woman is asking, സ്ത്രീ യേശുവിനോട് ചോദിക്കുന്നു, where do we go to worship? ഞാൻ എവിടെയാണ് പോയി ആരാധിക്കേണ്ടത്? Nobody asked this question to Jesus. യേശുവിന് കർത്താവിനോട് എവിടെ ആരാധിക്കണമെന്ന് ആരും ഇതിനു മുമ്പ് ചോദിച്ചിട്ടില്ല. No priest asked. ഒരു പുരോഹിതൻ ചോദിച്ചില്ല. No Levite asked. ഒരു ലേവി ചോദിച്ചില്ല. No Pharisee asked. ഒരു പരീശൻ ചോദിച്ചില്ല. No disciples asked. ഒരു ശിഷ്യന്മാരും ചോദിച്ചില്ല. They were all religious people. അവരെല്ലാവരും മതസമ്മതമായ ആൾക്കാരാണല്ലോ. Did you think of this? നിങ്ങൾ അത് ചിന്തിച്ചിട്ടുണ്ടോ? Nobody asked this question. ആരും ഇങ്ങനെ ഒരു ചോദ്യം യേശുവിനോട് ചോദിച്ചില്ല. No prophet, no pastor, no teacher, no evangelist, nobody. ഒരു പ്രവാചകനോ ഒരു പുരോഹിതനോ ആരും യേശുവിനോട് ചോദിച്ചില്ല. No Pharisees. ഒരു പരീശനും ചോദിച്ചില്ല. No Sadducees. ഒരു സാദുസ്യനും No Levite. ഒരു ലേവിയും ചോദിച്ചില്ല. None of the disciples. ഒരു ശിഷ്യന്മാരും. This woman, ഈ സ്ത്രീ, who is not in the list of all godly people. അന്ന് ഉണ്ടായിരുന്ന മതചട്ടക്കൂടിൽ നിന്ന് ലിസ്റ്റിൽ പെടാത്ത ഒരു സ്ത്രീ ചോദിക്കുകയാണ്. What am I trying to tell you? ഞാൻ എന്താണ് നിങ്ങളോട് പറയുന്നത്? Outside, സഭയ്ക്ക് പുറത്ത്, there are so many people. Yes, continue. Outside, there are so many people. Yes. They may not be godly. They may not be Christians. They may not be believers. Yes. But in their heart, there's a cry, God,
how do we worship you? Teach us your ways. അതെ, ദൈവസഭയിൽ ഇല്ലാത്തവർ, സഭയ്ക്ക് പുറത്ത് കിടക്കുന്നവർ, സഭയിൽ വന്നിട്ടില്ലാത്തവർ, പക്ഷെ അവിടെ ഉള്ളിൽ ഭയങ്കരമായൊരു ദാഹം, ഭയങ്കരമായ താല്പര്യം ഈ ദിവസങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നു. കർത്താവേ, യഥാർത്ഥ ദൈവമേ, നീ ആരാണ്? നിന്നെ ആരാധിക്കേണ്ടതായ ദാഹം നീ എനിക്ക് നൽകണമേ. The church has become too religious. ഓ, കാരണം ദൈവസഭ ഇതാ മതമണ്ഡലമായി തീരുകയാണ്. 3 songs stand up, 2 songs sit down. ഓ, എഴുന്നേൽക്കുന്ന ഇതെന്ന് പാടുന്ന May the love of God, grace of Jesus, fellowship of the Holy Spirit be with you. ആശീർവാദം കേട്ടിട്ട് അവൻ മടങ്ങിപ്പോകുന്നു. More sound. ഓ, കൂടുതൽ ശബ്ദം ഉണ്ടാക്കുന്നു. But sick people remain sick. എന്നാൽ രോഗികൾ വീണ്ടും രോഗികളായിരിക്കുന്നു. Why? എന്താ കാര്യം? Because there's no revelation. കാരണം അവിടെ വെളിപ്പാടില്ല. New wine is poured out only in the new wine skin. ഓ, പുതുവീഞ്ഞ് പഴയ തുരുത്തിയിൽ പകരുവാൻ കഴിയത്തില്ല, പുതിയ തുരുത്തിയിലേ പകരുവാൻ കഴിയത്തുള്ളൂ. The church has become too old. ദൈവത്തിന്റെ സഭ ഒത്തിരി പഴകിപ്പോയി. The church has become too old. ദൈവത്തിന്റെ സഭ ഒത്തിരി പഴകിപ്പോയി. Look at me, please. ഓ, എന്നെ നോക്കിയാട്ടെ. Kerala. കേരളം, This is the good news for you. ഇത് നിങ്ങൾക്കുള്ളതായ Jesus is സദ്വർത്തമാനം. coming. യേശു വീണ്ടും വരുന്നു. Whom is he coming to? എന്തിനു വേണ്ടിയാണ് അവന് He's വരുന്നത്? coming to a bride who's without wrinkles. ഓ, കറ വാട്ടം ചുളുക്കമില്ലാത്ത മണവാട്ടിയെ ചേർപ്പാൻ യേശു He's വരുന്നു. coming to a church. അവൻ കടന്നു വരുന്നത് സഭയെ ചേർപ്പാൻ. To a church without wrinkles. അതെ, ചുളുക്കമില്ലാത്ത സഭയെ ചേർക്കുവാൻ. When do you get wrinkles? എപ്പോഴാണ് നിങ്ങൾക്ക് ചുളുക്കം ഉണ്ടാകുന്നത്? Look at me, look at me, look at me. When do you get wrinkles? എപ്പോഴാണ് നിങ്ങൾക്ക് ചുളുക്കം ഉണ്ടാകുന്നത്? When your cells are not growing. നിന്റെ കോശങ്ങൾ വളരാതിരിക്കുമ്പോൾ. So when you become of age, നിങ്ങൾ അല്പം പ്രായം ചെല്ലുമ്പോൾ your cells don't grow. നിങ്ങളുടെ കോശങ്ങൾ When your വളരത്തില്ല. cells don't grow, നിങ്ങളുടെ കോശങ്ങൾ വളരാത്തപ്പോൾ the wrinkles come on your നിങ്ങളുടെ body. തൊലിപ്പുറത്ത് ഇതാ ചുളിവുകൾ വരുവാൻ No matter തുടങ്ങും. how much oil of Olay you put, ഓ, എത്ര ഒലിവായിലിട്ടാലും, no matter how much Botox, എത്ര നിങ്ങൾ ട്രീറ്റ്മെന്റിലേക്ക് ചെയ്താലും, it'll show you. അതെ, അത് നിങ്ങളിൽ വെളിപ്പെടും. When Jesus said, എന്നാൽ യേശു പറഞ്ഞു, when word of God says, ദൈവത്തിന്റെ വചനം my പറയുന്നു, bride എന്റെ മണവാട്ടി will be without wrinkle. അവള് ചുളുക്കമില്ലാത്തവളാണ്. That means അതിന്റെ അർത്ഥം she will not grow dead, she will be fresh and new. അതിന്റെ അർത്ഥം അവള് ഉണങ്ങിയവളല്ല, അവൾ എന്നും അതേ ഫ്രഷ് ആയിരിക്കും, എന്ന് യൗവനാവസ്ഥയിലായിരിക്കും. Her cells will be keep growing അവൾ വളരുന്നവളാണ്. because she's worshiping the great I am. ഓ, കാരണം അവള് ദൈവിക ആരാധനയിൽ അവൾ When തുടരുന്നവളാണ്. you become a worshipper, നിങ്ങൾ ഒരു യഥാർത്ഥ ആരാധകരായിരിക്കും. what is the primary call? എന്താണ് അതിന്റെ പ്രധാനപ്പെട്ട Write കാര്യം? this down. എഴുതിയെടുക്കണമേ. What is the primary call? എന്താണ് ആരാധനയുടെ Our ഒന്നാമത്തെ കാര്യം? primary call നമ്മുടെ ഒന്നാമത്തെ കാര്യം is to become worshippers. നമ്മൾ ആരാധിപ്പാനായി ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. Tonight, ഓ, ഇന്ന് പകൽ we're going to hear a powerful message. ഓ, ഇന്ന് നമ്മൾ വളരെ ശക്തിയുള്ളതായി ഒരു ദൂത് Your കേൾക്കുകയാണ്. life will never be the same നിങ്ങളുടെ again. ജീവിതം ഒരിക്കലും പഴയതുപോലെ If you're a ആകത്തില്ല. pastor or leader, your church will never be the same അതേ, again. നിങ്ങളുടെ പാസ്റ്റർ ആയിരിക്കാം, ലീഡർ ആയിരിക്കാം, നിങ്ങളുടെ ജീവിതം ഒരിക്കലും പഴയതുപോലെ What is our ആയിരിക്കത്തില്ല. primary call? ദൈവം നിങ്ങളെ എന്തിനു വേണ്ടി വിളിച്ചെന്നറിയാമോ? Our primary call is to worship. നമ്മൾ ഒന്നാമതായി ദൈവം വിളിച്ചത് ദൈവത്തെ ആരാധിപ്പാനാണ്. John 4:23-24. യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 24-ാം വാക്യം. യോഹന്നാൻ സുവിശേഷം John 4:23-24. യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായം 23-24. സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിൽ നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു, തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണം എന്ന് പിതാവ് ഇച്ഛിക്കുന്നു. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. Father is looking. പിതാവ് നോക്കുകയാണ്. Father is looking. പിതാവ് നോക്കുന്നു. Even now, ഇപ്പോഴും He's looking. അവൻ നോക്കുന്നു. He's looking. അവൻ നോക്കുന്നു. He's searching. He's searching. അവൻ അന്വേഷിക്കുന്നു. What is He searching? എന്തിനു വേണ്ടിയാണ് പിതാവ് What is He അന്വേഷിക്കുന്നത്? looking? എന്തിനാണ് അവൻ നോക്കുന്നത്? True worshippers യഥാർത്ഥ ആരാധകർക്കായി ദൈവം നോക്കുന്നു. that will worship Him in spirit and in truth. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവർക്കായി ദൈവം നോക്കുന്നു. He's looking for you. അവൻ നിങ്ങൾക്കായി നോക്കുകയാണ്. Underline this. അണ്ടർലൈൻ ചെയ്താട്ടെ. Jesus said യേശു പറഞ്ഞു to this woman, ആ സ്ത്രീയോട്, Father is looking. പിതാവ് നോക്കുന്നു. What is He asking for? എന്താണ് അവൻ നോക്കുന്നത്? Look at the question. എന്താണ് അവൾ ചോദിച്ച ചോദ്യം? She's looking for God. അവൾ ദൈവത്തെ കാണാൻ നോക്കുകയാണ്. Look here. She's looking for God. അവൾ ദൈവം ആരെന്ന് ചോദിക്കുകയാണ്. And Jesus saying, യേശു പറയുന്നു, Father is seeking. നീ അല്ല അന്വേഷിക്കുന്നത്, ദൈവം നോക്കുകയാണ്. What do we learn? എന്താണ് അതിന്റെ അർത്ഥം? Jesus came യേശു വന്നത് to establish relationship. യെസ്
with the Father. യേശു വന്നത് മനുഷ്യനും ദൈവവുമായിട്ടുള്ള ബന്ധത്തെ സ്ഥാപിപ്പാൻ വേണ്ടിയാണ്. You cannot worship God unless and until you have relationship as a father. പിതാവായ ദൈവവുമായി നിനക്ക് ബന്ധമില്ലാത്തിടത്തോളം കാലം ദൈവത്തെ നിനക്ക് ആരാധിക്കാൻ പറ്റത്തില്ല. Worship is not songs. പാട്ടല്ല ആരാധന എന്ന് പറയുന്നത്. Worship is not music. സംഗീതമല്ല ആരാധന എന്ന് പറയുന്നത്. Worship is not dance. നൃത്തം ചെയ്യുന്നതല്ല ആരാധന. That is part of worship. അത് ആരാധനയുടെ ഭാഗം മാത്രമാണ്. Worship is love. ആരാധന എന്ന് പറയുന്നത് സ്നേഹമാണ്. Heart. ആരാധന എന്ന് പറയുന്നത് ഹൃദയത്തിൽ നിന്നാണ്. Worship is who you are. നീ ആരാണോ നിന്നെ തന്നെ കൊടുക്കുന്നതാണ് ആരാധന. In Garden of Eden, ഏദൻ തോട്ടത്തിൽ Adam would worship God. ആദാം ദൈവത്തെ ആരാധിക്കുന്നവനായിരുന്നു. Song was part of it. പാട്ട് എന്ന് പറയുന്നത് അതിന്റെ ഭാഗമാണ്. My Bible says, എന്റെ വേദപുസ്തകം പറയുന്നു, and God would dance with Adam. Zephaniah 3:17. സെഫന്യ 3:17 പറയുന്നു, ദൈവം ആദാമിനോട് കൂടെ നൃത്തം ചെയ്തു. God would rejoice with him. ദൈവം അവനോട് കൂടെ അതേ എൻജോയ് ചെയ്യായിരുന്നു. 5 people put their hands up. 5 പേര് മാത്രമേ കൈ ഉയർത്തിയുള്ളൂ. എല്ലാവരും കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. How many want you to experience that? ദൈവവുമായിട്ടുള്ള സാമീപ്യവും കൂട്ടമേ അനുഭവിക്കുന്നു ആഗ്രഹിക്കുന്നവർ കരങ്ങളൊന്ന് ഉയർത്തിയാൽ. That Father is dancing with you. പിതാവ് നിന്നോട് കൂടെ നൃത്തം ചെയ്യുന്നത് സത്യാരാധന വെളിപ്പെട്ട. Just close your eyes. കണ്ണുകളെ അടച്ചാട്ടെ. And say, Abba. കരങ്ങളെ ഉയർത്തി ദൈവത്തോട് പറഞ്ഞു. I want to dance with you. കർത്താവേ അങ്ങയുമായി ഞാനൊന്ന് നൃത്തം I want to ചെയ്യാം. dance with you, Abba. ഞാൻ അങ്ങുമായി നൃത്തം Come on, ചെയ്യാം. close your eyes. എല്ലാവരും കണ്ണുകളെ അടച്ചാട്ടെ. Abba, I want to dance with you. അങ്ങുമായി ഞാൻ നൃത്തം ചെയ്യട്ടെ. Close your eyes, everyone. എല്ലാവരും കണ്ണുകൾ അടച്ചാട്ടെ. Desire in your heart. നിങ്ങളുടെ ഹൃദയത്തിൽ ദാഹം വരട്ടെ. Abba, I want to dance with you. അങ്ങുമായി ഞാൻ എനിക്ക് നൃത്തം ചെയ്യണം. I want to rejoice with you. അങ്ങുമായി ഞാൻ എനിക്ക് സന്തോഷിക്കണം. Worship you. അങ്ങേ ആരാധിക്കുന്നു ദൈവമേ. Shababavarianderiara sikeleria. Serialava sikeleveri. Come, Holy Spirit. Come, Lord. കർത്താവേ, Come, Lord. Bring revelation. കടന്നു വരണമേ, അങ്ങയുടെ വെളിപ്പാടുകളാൽ നിറയ്ക്കണമേ. God, you are our daddy. You are our daddy. നീ ഞങ്ങളുടെ പിതാവ്. Take away orphan spirit from us. പരിശുദ്ധാത്മാവിൽ ഞങ്ങളെ നിറയ്ക്കണമേ. Orphan spirit. We are no more orphans. ആരുമില്ല എന്ന് പറയുന്ന ഞങ്ങളുടെ അനാഥത്വം ഞങ്ങളിൽ നിന്ന് മാറ്റണമേ. No more orphans. ഞങ്ങള് ഇനിമേലാൽ അതേ അനാഥരല്ല. We are no more orphans. ഞങ്ങൾ ഇനിമേലാൽ അനാഥരല്ല. We are no more orphans. ഞങ്ങൾ അനാഥരല്ല. We are not. Come on, lift your hands. 2 കരങ്ങളെ ഉയർത്തിയാടേ. Come on, open your mouth and say, I am no more orphan. ശബ്ദം ഉയർത്തി ദൈവത്തെ സ്തുതിച്ച് I am no more orphan. ഞാൻ അനാഥനല്ല. God is my Father. ദൈവം എന്റെ പിതാവ്. I am His child. ഞാൻ അവന്റെ കുഞ്ഞ്. Abba, I love you. Come on, open your mouth. ശബ്ദം ഉയർത്തി പറഞ്ഞേ. Talk to Him in Malayalam. Talk to Him in your language. നിന്റെ ഭാഷകൾ ശബ്ദം ഉയർത്തി പറഞ്ഞേ. Daddy, I love you. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. I receive your love. അങ്ങയുടെ സ്നേഹത്തെ ഞാൻ സ്വീകരിക്കുന്നു. Lord, your anointing break every yoke of orphan spirit. Every yoke of orphan spirit be broken. ആത്മാവിന്റെ നുഖങ്ങൾ യേശുവിന്റെ നാമത്തിൽ തകരട്ടെ. Every yoke of religion be broken. എല്ലാ മത ആത്മാവ് യേശുവിന്റെ നാമത്തിൽ ഉടയട്ടെ. Every spirit of deceptions be broken. എല്ലാ വഞ്ചനയുടെ ആത്മാവ് യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. I am a child of God. ഞാൻ ദൈവത്തിന്റെ പൈതലാണ്. God is my father. ദൈവം എന്റെ പിതാവാണ്. God is my daddy. ദൈവം എന്റെ പിതാവാണ്. He seeks me every day. അവൻ എന്നെ അന്വേഷിക്കുന്നു. He is looking for me every day. അവൻ എല്ലാ ദിവസവും എന്നെ I നോക്കുന്നു. receive His love. Come on, open your mouth. Open your mouth. Open your mouth. Open your mouth. ശബ്ദം ഉയർത്തി Open your mouth. ശബ്ദം ഉയർത്തി Say, പ്രാർത്ഥിക്കുക. Daddy, I come to you. ശബ്ദം ഉയർത്തി ആരാധിക്കുക. ഞാൻ അങ്ങയുടെ സന്നിധിയിൽ വരുന്നു. Because of Jesus. യേശു നിമിത്തം. God is my Father. എന്റെ പിതാവ് I receive His love. അങ്ങയുടെ സ്നേഹം ഞാൻ I receive സ്വീകരിക്കുന്നു. His love. അങ്ങയുടെ സ്നേഹം ഞാൻ Come, സ്വീകരിക്കുന്നു. Holy Spirit, I receive His love. പരിശുദ്ധാത്മാവ് വരണമേ. Come, Holy Spirit, I receive His love. പരിശുദ്ധാത്മാവേ അങ്ങയുടെ സ്നേഹം ഞാൻ സ്വീകരിക്കുന്നു. Lord, every brokenness be gone.
എല്ലാ ഉടവുകൾ വിട്ടു പോകട്ടെ. Heal our spirit man. ഓ ഞങ്ങളുടെ അകത്തെ മനുഷ്യനെ Heal സൗഖ്യമാക്കണം. our wound. ഞങ്ങളുടെ മുറിവുകളെ Heal സൗഖ്യമാക്കണം. our rejections. ഞങ്ങളുടെ തിരസ്കരണങ്ങളെ Set സൗഖ്യമാക്കണം. us free from every negative words. എല്ലാ നെഗറ്റീവ് വാക്കുകളിൽ നിന്ന് ഞങ്ങളെ സ്വതന്ത്രമാക്കും. Every words of bondage be broken. എല്ലാ ബന്ധന വാക്കുകളെ യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്യുന്നു. Don't open your mouth. ശബ്ദമുയർത്തി Talk to daddy. ഓ ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചു. Open your heart. ഹൃദയങ്ങളെ തുറന്ന് ദൈവത്തോട് സംസാരിച്ചു. Come on, lift your hands. രണ്ട് കരങ്ങളെ ഉയർത്തി. Stand to your feet. ഓ എഴുന്നേറ്റ് നിന്ന് കരങ്ങളെ ഉയർത്തി. Stand to your feet. എഴുന്നേറ്റ് നിന്ന് രണ്ട് കരങ്ങളെ ഉയർത്തി. Sing as you never sang ഓ before. ഇതുവരെ പാടാത്ത ഒരു പാട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ പാടിയേ. ഓ ആത്മാവിൽ പാടിയാട്ടെ. Open your mouth. Sing your own song. ഓ ദൈവാത്മാവ് നൽകുന്ന ആ പാട്ട് പാടിയേ. Sing your own song. നിങ്ങളുടെ തന്നെ പുതിയൊരു പാട്ട് പാട്. Make your own psalms. ഓ നിങ്ങളുടെ പുതിയ ശബ്ദം പുറത്തു വരട്ടെ. Make your own songs. ഓ നിന്റെ പുതിയ പാട്ട് പാട്. Your old love ഒരു songs. സ്നേഹത്തിന്റെ പാട്ട് പാടിക്കേ. God is doing a new work. ദൈവം നിനക്ക് പുതിയ വാക്ക് തരുന്നു. The wilderness is ഓ going. നിന്റെ മരുഭൂമി മാഞ്ഞു The പോകുന്നു. streams of living water is ജീവജല flowing. നദികളിതാ ഒഴുകുന്നു. The streams of God's love is ഓ flowing. ജീവജലത്തിന്റെ നദികൾ കവിഞ്ഞൊഴുകുന്നു. Daddy, pour out your love. ഓ പിതാവേ അങ്ങയുടെ സ്നേഹത്തെ അവിടുന്ന് Daddy, കവിഞ്ഞൊഴുകണമേ. pour out your love. അങ്ങയുടെ സ്നേഹത്തെ കവിഞ്ഞൊഴുകണമേ. Pour out your അങ്ങയുടെ love. സ്നേഹത്തെ പകരണമേ. Restore the joy of knowing you. ഓ ദൈവത്തിന്റെ സ്നേഹത്തെ അവിടുന്ന് കവിഞ്ഞൊഴുകണം. Restore the joy of knowing ഓ you. അങ്ങേ അറിയുന്നതായ അറിവിനെ റിസ്റ്റോർ ചെയ്യണമേ. You are our God. നീ ഞങ്ങളുടെ ദൈവമാണ്. You are our Father. നീ ഞങ്ങളുടെ പിതാവാണ്. You are our നീ friend. ഞങ്ങളുടെ കൂട്ടുകാരനാണ്. You are the നീ husband. ഞങ്ങളുടെ ഭർത്താവാണ്. You are the Lord. ഓ നീ ഞങ്ങളുടെ You are our daddy. നീ ഞങ്ങളുടെ പിതാവാണ്. We love you, love you, ഓ love you. ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു We love you, Jesus. ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു. ഇരു കരങ്ങളെ ഉയർത്തി ആരാധിച്ചേ. ശബ്ദം ഉയർത്തി. അവൻ എന്റെ വായിൽ പുതിയൊരു പാട്ട് നൽകി. എന്റെ ദൈവത്തോടുള്ള സ്നേഹം തന്നെ എന്റെ ദൈവത്തോട്. Receive the love of God. ഓ ദൈവ സ്നേഹം പ്രാപിച്ച Receive the river of God is flowing. കരങ്ങളെ ഉയർത്തിയ ദൈവത്തിന്റെ നന്ദി. Receive the love of God. ഓ പ്രാപിച്ചാട്ടെ. Receive the baptism of love. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ സ്നേഹ നദിയിലിറങ്ങിയാട്ടെ. Receive the baptism of love. ഓ സ്നേഹ സ്നാനമേറ്റെടുത്താട്ടെ. സ്നേഹ സ്നാനമേറ്റെടുത്താ. Baptism of love. ഓ സ്നേഹത്തിന്റെ സ്നാനത്തിൽ മുങ്ങിയാട്ടെ. Receive, receive, receive. ഓ കരങ്ങൾ ഉയർത്തി പ്രാപിക്കുക. Many of you, എല്ലാവരും many of you നിങ്ങളിൽ പലരും have not received Father's love. ഓ നിങ്ങളിൽ പലർക്കും അപ്പന്റെ സ്നേഹം കിട്ടിയിട്ടില്ല. Many of you നിങ്ങളിൽ പലർക്കും have not received affection of the Father. ഓ പിതാവിന്റെ യഥാർത്ഥ കരുതൽ നിങ്ങൾ അനുഭവിച്ചിട്ടില്ല. Many of us are watching us. You're not received the affection of the Father. നിങ്ങൾ ഒത്തിരി പേര് കണ്ടിട്ടുണ്ട്, പക്ഷേ നിങ്ങൾ അനുഭവിച്ചിട്ടില്ല. Maybe because of culture. ഒരു പക്ഷേ നിങ്ങളുടെ കൾച്ചർ ആയിരിക്കാം. Maybe for whatever reasons. നിങ്ങളുടെ കുടുംബത്തിലെ പല We did not കാരണങ്ങളായിരിക്കും. receive the love of the ഓ Father. പിതാവിന്റെ സ്നേഹം നിങ്ങൾക്ക് പലർക്ക് Many കിട്ടിയിട്ടില്ല. of you women, പല സഹോദരിമാര് you have not received the love of the husband. ഓ നിങ്ങൾക്ക് ഭർത്താവിന്റെ സ്നേഹം കിട്ടിയിട്ടില്ല. But today, ഇന്ന് God ദൈവം is taking away every spirit of orphan. എല്ലാ അനാഥത്വ ആത്മാവിനെ കർത്താവ് God വിരട്ടി is ഓടിക്കുക. removing കർത്താവ് ഓടിക്കുക every pain, എല്ലാ വേദനകളെ, every hurt, എല്ലാ മുറിവുകളെ, every rejection. എല്ലാ തിരസ്കരണങ്ങളെ He is removing it from your ഇപ്പോൾ heart. തന്നെ നിന്റെ ഹൃദയത്തിൽ നിന്ന് ഓടിക്കുന്നു. Receive His love. ഓ, ദൈവത്തിന്റെ സ്നേഹത്തിൽ Yeah, പ്രാപിച്ച. yeah, 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 yeah. So, yada, yada, yada. Sindari alabase. Daddy, I love you. Open your mouth and say, Daddy, I love you. കരങ്ങൾ ഉയർത്തി പറഞ്ഞേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. Daddy, I love you. Daddy, I love you. Daddy, I love you. സ്നേഹിക്കുന്നു. Daddy, I love you. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. Open your mouth. ഓ ശബ്ദം ഉയർത്തിയാടെ. Sindari, andari, andari. I love you, I love you, I love you, Jesus. I
കണ്ണുകൾ തുറന്നു നോക്കി, Look at me, look at me, look at me. എന്നെ നോക്കി. Something is happening right now. ഇപ്പോൾ ചിലത് നിങ്ങളിൽ നടക്കുകയാണ്. There's a healing coming right now in your spirit. നിങ്ങളുടെ ആത്മാവിന് വലിയൊരു സൗഖ്യം കടന്നു വരുന്നു. You never experienced this warmth. നിങ്ങൾക്ക് ആ സ്നേഹത്തിന്റെ ചൂട് You never experienced this kind of love. ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്തൊരു സ്നേഹം നിങ്ങളെ തലോടുന്നു. You never experienced this kind of freedom. ഈ സ്വാതന്ത്ര്യം ഇതുവരെ നിങ്ങൾ അനുഭവിച്ചിട്ടില്ല. All your burden, നിങ്ങളുടെ എല്ലാ ഭാരങ്ങളും, all your pain, നിങ്ങളുടെ എല്ലാ വേദനകളും, all your mourning and sorrow, നിങ്ങളുടെ എല്ലാ നിലവിളികളും God is just lifting it up from you. ഇപ്പോൾ തന്നെ നിലവിളികൾ കർത്താവ് എടുത്തു മാറ്റുന്നു. He's setting you free right അത് now. നിങ്ങളെ സ്വതന്ത്രമാക്കുന്നു. Look at me. എല്ലാവരും നോക്കി. I want you to do this. ഞാൻ ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. Stretch your hand like this. എല്ലാവരും രണ്ട് കരങ്ങളെ ഇങ്ങനെ അതെ നിവർത്തി നിന്നാട്ടെ. Close your eyes. എല്ലാ കണ്ണുകളെ അടച്ച്. The moment I say, ഞാൻ പറയുമ്പോൾ fold your hands നിങ്ങളുടെ കരങ്ങളെ ആലിംഗനം ചെയ്യുന്നത് പോലെ and കൊണ്ടുവരണം. hold your arms like, look at me, look at me, look at ഓ me. അതെ, ആലിംഗനം ചെയ്യുന്നത് പോലെ ആ കരങ്ങളെ അതെ. The moment I say, ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ കരങ്ങളെ ആലിംഗനം ചെയ്യുന്ന പോലെ And വലത് hold കൈ it tight. വലത് കൈ ഇടത് ഭുജത്തിനും ഇടത് And I'm കൈ going to വലത് pray. ഭുജത്തിനും വരണം. എന്നിട്ട് ഞാൻ I'm going to പ്രാർത്ഥിക്കും. pray. എന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കും. And the baptism of God's love is going to flow in you. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ സ്നാനം നിങ്ങളിലൂടെ ഒഴുകും. Close your eyes. കണ്ണുകളെ അടച്ച് Stretch your hands. ഇപ്പോൾ കരങ്ങളെ നിവർത്തി നിന്നേ. Left to right. Stretch your hands. ഓ ഇപ്പോൾ ഇടത്ത് വശ കൈ ഇടത്തേക്കും വലത്തേക്ക് Say, വലത്തേക്കും Daddy, I love you. ഓ എന്നിട്ട് പറഞ്ഞ കർത്താവേ ഞാൻ അങ്ങേ Daddy, I love you. പറഞ്ഞിട്ട് പിതാവേ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. Daddy, I receive your love. ഓ ഞാൻ അങ്ങയുടെ സ്നേഹം Come on, സ്വീകരിക്കുന്നു. fold your hands. ഓ നിങ്ങളുടെ കരങ്ങളെ മടക്കി And ഭുജത്തിലേക്ക് hold it, കൊണ്ടുവന്നേ. fold tight. ഓ ആ ഭുജത്തിലേക്ക് Hold it കൊണ്ടുവന്നേ. tight. ഓ അതിനെ നന്നായി മുറുക്കി പിടിച്ച് I receive your ഞാൻ അങ്ങയുടെ love. സ്നേഹം സ്വീകരിക്കുന്നു. I receive your ഞാൻ love. അങ്ങയുടെ സ്നേഹം സ്വീകരിക്കുന്നു. Fold your hands tight. ആ കരങ്ങളെ നന്നായിട്ട് മുറുക്കി പിടിച്ച് മുറുക്കി പിടിച്ച് I receive your അങ്ങയുടെ love. സ്നേഹം ഞാൻ പിടിച്ചു പറ്റുന്നു. In the name of Jesus, യേശുവിന്റെ നാമത്തിൽ we pray for baptism in the Holy ഓ Spirit. പരിശുദ്ധാത്മ സ്നാനത്തിന് ഞങ്ങൾ Baptism പ്രാർത്ഥിക്കുന്നു. of your അങ്ങയുടെ love. സ്നേഹ സ്നാനത്തിനായി ഞങ്ങൾ Release your പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ love. സ്നേഹം പകരട്ടെ. Hold it tight. ഇപ്പോൾ തന്നെ മുറുകെ പിടിച്ചേ. Hold it tight. ഓ മുറുകെ പിടിച്ചേ. Sindariare. ഓ I receive your love. അങ്ങയുടെ സ്നേഹം ഞാൻ I പ്രാപിക്കുന്നു. receive your love. അങ്ങയുടെ സ്നേഹം ഞാൻ പ്രാപിക്കുന്നു. I receive your love. അങ്ങയുടെ സ്നേഹം പ്രാപിക്കുന്നു. I receive your love. അങ്ങയുടെ സ്നേഹം പ്രാപിക്കുന്നു. I receive your love. അങ്ങയുടെ സ്നേഹം പ്രാപിക്കുന്നു. I receive your love. Ramdiriam babanduline babandire kohoros shandiraram labamdaram shedere agape 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 nemalaba dirala nabar la reviri bosigene beram sigana nagala mena Holy Spirit. medada bale bebe Shababa sede bene. duro bogosi Flow. Your love flow. Your love flow. അങ്ങയുടെ സ്നേഹം പകരട്ടെ. Your love flow. അങ്ങയുടെ സ്നേഹം ഒഴുകട്ടെ. 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 River, 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 river flow. നദി, 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 Receive the river. നദി, Receive the river. ദൈവ നദി, Receive the river. ദൈവ നദി, Receive the river. Receive the river. ദൈവത്തിന്റെ നദി, Receive, ദൈവത്തിന്റെ receive, നദി. receive. പ്രാപിക്ക 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 പ്രാപിക്ക. Receive the river. ഓ ദൈവത്തിന്റെ നദി പ്രാപിക്ക. Receive the river. ദൈവത്തിന്റെ നദി പ്രാപിക്ക. Refreshing river. ഓ റിഫ്രഷ് ചെയ്യുന്ന നദി, പുതുപ്പിക്കുന്ന Refreshing നദി, river. പുതുപ്പിക്കുന്ന നദി. Joy. ഓ സന്തോഷം. Joy in the river. സന്തോഷം. Joy in this river. ഓ ആ നദികൾ Joy. സന്തോഷം. ആ നദികൾ Joy. സന്തോഷം. ആ നദികൾ സന്തോഷം. Joy. ഓ സന്തോഷം. Joy. സന്തോഷം. Receive joy. ഓ നദിയിൽ മുങ്ങി സന്തോഷിച്ചേ. Receive joy. ദൈവിക സന്തോഷം പ്രാപിച്ചേ. Joy, joy, joy. സന്തോഷം സന്തോഷം Joy, 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 joy. Receive joy. He's dancing over you. അവൻ നിന്നോട് കൂടെ നൃത്തം He's ചെയ്യുന്നു. dancing around നിന്നിൽ you. ഉല്ലസിക്കുന്നു. Daddy is dancing ഡാഡി പിതാവ് നിന്നിൽ ഉല്ലസിക്കുന്നു. because the little child has come back. ഓ അവൻ നിന്റെ ഒരു കൊച്ചു കുഞ്ഞായി തീരുന്നു. Daddy is dancing ഓ
ഓ പിതാവ് നിന്നോട് കൂടെ ഉല്ലസിക്കുന്നു, ഘോഷിച്ചുല്ലസിക്കുന്നു. നരിയാണിയോളമല്ല, മുട്ടോളമല്ല, അരയോളമല്ല. Overflowing capacity river is flowing. Joy is overflowing. നദി കവിഞ്ഞൊഴുകുന്നു, കവിഞ്ഞൊഴുകുന്നു, കവിഞ്ഞൊഴുകുന്നു. കരയ്ക്ക് കയറുവാൻ കഴിയാത്ത രൂപത്തിൽ എന്റെ ലൈഫ് മുഴുവൻ ജീവിതം, മുഴുവൻ ജീവിതം. Joy, 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 joy. Joy, symbol of joy. സന്തോഷ, സന്തോഷ, സ്വർഗീയ സന്തോഷ. അടുവലത് ഭാഗത്തുനിന്ന് സന്തോഷത്തിന്റെ പരിപൂർണതയെ, ഓവന്റെ സന്നിധിയിലെ സന്തോഷ പരിപൂർണതയെ അടുവലത് ഭാഗത്ത് നിന്നും പ്രബോധങ്ങളുമുണ്ട്. There is fullness of joy in His presence. Amuburiam tuniriam sejana. Sedarariam doleraboriam dururubose. Sagadagadariam ziariam se. Just lift your hands. കരങ്ങളെ ഉയർത്തിയാട്, Open your eyes. കണ്ണുകളെ തുറന്നാട്, Look at me. എന്നെ നോക്കിയാട്ടെ. Eternal life is here. ആ നിത്യജീവൻ എന്ന് പറയുന്നത് ഉയരങ്ങളിലാണ്. Look here, Pastor. Don't move. Wait. അതെ, കാത്തിരുന്നാട്ടെ. Nobody moves. ആരും ഈ പന്തലിൽ ചലിക്കല്ലേ. Look at me, look at me, look at me. എല്ലാവരും നോക്കിയാട്ടെ. Eternal life is here. ആ നിത്യജീവൻ എന്ന് പറയുന്നത് ഇവിടെയാണ്. Because of fall of man, മനുഷ്യന്റെ വീഴ്ച നിമിത്തം we came here. നമ്മൾ താഴേക്ക് വീഴ്ത്തപ്പെട്ടു. Jesus came യേശു കടന്നു വന്നു to have this life here. അതെ, ഈ മേലെ ഉണ്ടായിരുന്ന നിത്യജീവൻ താഴെ സ്ഥാപിപ്പാൻ യേശു വന്നു. What is this life? എന്താണ് ഈ താഴത്തെ ജീവിതം? This is eternal life. ഉയരങ്ങളിലുള്ള നിത്യജീവൻ. This life, ഈ താഴത്തെ ജീവിതം, Jesus came to give abundant life. ആ യേശു കടന്നു വന്നത് ജീവനം, സമൃദ്ധിയായ ജീവനം നൽകാനാണ്. From today, ഇന്നു മുതൽ I prophesy ഞാൻ പ്രവചിക്കുന്നു in Jesus' name. യേശുവിന്റെ നാമത്തിൽ Your ministry, നിങ്ങളുടെ ശുശ്രൂഷ, this church, ഈ സഭ will walk in abundance of life. കർത്താവിന്റെ നിത്യജീവനിലായിരിക്കും ദൈവജനം, ദൈവസഭ അതെ നടക്കുവാൻ പോകുന്നത്. Look at me. നോക്ക്, 3 things. മൂന്ന് കാര്യം. 3 things. What is abundant life? എന്താണ് സമൃദ്ധിയായ ജീവൻ? Rest. റെസ്റ്റ്, വിശ്രമം, Rest. വിശ്രമം, Joy. സന്തോഷം, Peace. സമാധാനം. All these 3 things ഈ മൂന്ന് കാര്യം are God's best for you. ദൈവം നിങ്ങൾക്ക് തരുന്ന തൻ്റെ ഏറ്റവും നല്ലതാണ്. Wait. Anything less of rest, joy, and peace, if you have, that's not God's best. വിശ്രമത്തിനും സന്തോഷത്തിനും സമാധാനത്തിന് എതിരായി എന്തെങ്കിലും നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് ദൈവത്തിൽ നിന്നുള്ളതല്ല. You may have ministry, നിനക്ക് ശുശ്രൂഷ കാണും, you may have wealth, നിനക്ക് പണം കാണും, you may have success, നിനക്ക് ജയങ്ങൾ ഉണ്ടായിരിക്കും, you may be influential. നിനക്ക് സ്വാധീനമുണ്ടായിരിക്കും. പക്ഷേ അത് താഴോട്ടാണ്. No rest, ഒരു വിശ്രമവുമില്ല, no joy, സന്തോഷമില്ല, no peace. ഒരു സമാധാനമില്ല. You're not enjoying God's abundant life. ദൈവത്തിന്റെ ദൈവിക നിറവ്, ദൈവിക സമൃദ്ധി നീ അനുഭവിക്കുന്നില്ല. So I'll take another 5 minutes, അതുകൊണ്ട് 5 മിനിറ്റ്, 10 minutes. 10 മിനിറ്റ്. Are you ready? നിങ്ങൾ ഒരുങ്ങിയിരിക്കുന്നോ? Don't sit down. ഇരിക്കല്ലേ? I want you to stand up. അതെ, നിങ്ങൾ നിന്ന് കേട്ടാട്ടെ. The Bible says, വേദപുസ്തകം പറയുന്നു, Matthew chapter 5, മത്തായി സുവിശേഷം 5-ാം അധ്യായം 4 and 5. 4-5 അധ്യായങ്ങൾ. Don't look into your Bible. എന്നെ നോക്കി നിന്നാട്ടെ. Matthew chapter 4, it ends like this. മത്തായി സുവിശേഷം 4-ാം അധ്യായം ഇങ്ങനെയാണ് തീരുന്നത്. Jesus went about healing, യേശു കർത്താവ് ചുറ്റി സഞ്ചരിച്ച സൗഖ്യമാക്കി. and then he looked at the crowd, എന്നിട്ട് അവൻ പുരുഷാരത്തെ നോക്കി.
went on the mountain, എന്നിട്ട് മലയിലേക്ക് കയറിപ്പോയി. looked at the crowd. ജനത്തെ നോക്കിയിട്ട് അവൻ മലയിലേക്ക് കയറിപ്പോയി. He did miracles, അവൻ അത്ഭുതങ്ങളെ ചെയ്തു, healings. സൗഖ്യങ്ങളെ നടത്തി. Then he went on the mountain. എന്നിട്ട് അവൻ മലയിലേക്ക് കയറിപ്പോയി. What does it mean? എന്താണ് അതിന്റെ അർത്ഥം? He went to be with the Father, അവൻ പിതാവായ ദൈവത്തോട് കൂടെ ഇരിപ്പാൻ കടന്നുപോയി. to worship him, അവനെ ആരാധിപ്പാൻ, to honor him, അവൻ പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്താൻ, to bless him, അവനെ മഹത്വപ്പെടുത്തുവാൻ, to receive from him. അവനിൽ നിന്ന് പ്രാപിപ്പാൻ. Listen to this. ശ്രദ്ധിക്കുക. Baptism in the Holy Spirit is one thing. പരിശുദ്ധാത്മാവിന്റെ നിറമെന്ന് പറയുന്നത് ഒരു കാര്യമാണ്. Pastors, listen to this. യെസ്. Baptism is one thing, സ്നാനം എന്ന് പറയുന്നത് പരിശുദ്ധാത്മ സ്നാനം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. but infilling is every day. എന്നാൽ നിറവ് എന്ന് പറയുന്നത് എന്നും അനുഭവിക്കേണ്ട കാര്യമാണ്. When Jesus met John the Baptist, യേശു കർത്താവ് യോഹന്നാൻ സ്നാപകന്റെ അടുക്കലേക്ക് വരുമ്പോൾ he received the baptism of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ സ്നാനത്തിന് ജലസ്നാന ശേഷം യേശു പ്രാപിച്ചു. Holy Spirit came and rested on him. പരിശുദ്ധാത്മ വന്ന് അവന്റെ മേൽ വസിച്ചു. That doesn't mean he should not go on the mountaintop. അതിന്റെ അർത്ഥം അവൻ മലയിലേക്ക് വീണ്ടും കടന്നുപോയി പ്രാപിക്കണമെന്നല്ല. Every morning എല്ലാ ദിവസവും he would receive the Holy Spirit. അവൻ ദൈവത്തിന്റെ ആത്മാവിനെ Every morning എല്ലാ രാവിലെയും he received Father's love. അവൻ പിതാവായന്റെ സ്നേഹത്താൽ നിറയപ്പെട്ടു. Every morning എല്ലാ ദിവസവും he received the grace of God. അവൻ ദൈവത്തിന്റെ കൃപയാൽ നിറയപ്പെട്ടു. Every morning എല്ലാ ദിവസവും he received the power. അവൻ ദൈവശക്തി പ്രാപിച്ചു. Every morning എല്ലാ ദിവസവും he received the authority. അവൻ ദൈവിക അധികാരം ഏറ്റെടുത്തു. And every day എല്ലാ ദിവസവും he'll go to the valley, അവൻ ഇതാ താഴ്വരയിലേക്ക് ഇറങ്ങിച്ചെന്നു. heal the people, ജനത്തെ സൗഖ്യമാക്കി, deliver people, ജനത്തെ വിടുവിച്ചു, set people free. ജനത്തെ സ്വതന്ത്രമാക്കി. Every morning എല്ലാ രാവിലെയും he would go up. അവൻ പർവ്വതത്തിലേക്ക് പോകും. Every day എല്ലാ ദിവസവും he'll come down. അവൻ കടന്നു വരും. Not one day ഒരു ദിവസം was Jesus depressed. യേശു നിരാശയോടെയായിരുന്നു. Not one day ഒരു ദിവസം പോലും യേശു നിരാശനായിരുന്നില്ല. Jesus was lonely. യേശു ഒരു ദിവസം പോലും ഒറ്റപ്പെട്ടിരുന്നില്ല. There was not one day ഒരു ദിവസം പോലും Jesus lost his joy. യേശുവിന്റെ സന്തോഷം Not നഷ്ടപ്പെട്ടില്ല. one day ഒരു ദിവസം പോലും he says, forget the ministry. ശുശ്രൂഷ നമുക്ക് വേണ്ട. Every day എല്ലാ ദിവസവും he went up. അവൻ മലയിൽ കയറിപ്പോയി. If you want നിനക്കത് വേണമെങ്കിൽ, that transformation, ആ രൂപാന്തരം വേണമെങ്കിൽ, that joy, ആ സന്തോഷം വേണമെങ്കിൽ, that peace, ആ സമാധാനം വേണമെങ്കിൽ, that rest ആ ദൈവിക റെസ്റ്റ് വേണമെങ്കിൽ, which God has promised you ആ സ്വസ്ഥത വേണമെങ്കിൽ, ദൈവം in നിനക്ക് വാഗ്ദത്തം, abundant life, ആ സമൃദ്ധമായ ജീവിതത്തിൽ അത് വേണമെങ്കിൽ, we have to go up നീ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നുപോയി and worship the Father ദൈവത്തെ ആരാധിച്ച് like the baby. ഒരു കുഞ്ഞിനെ പോലെ, Daddy, I love you. കർത്താവെ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു, Daddy, I worship you. ഞാൻ അങ്ങേ ആരാധിക്കുന്നു, Daddy, I need you. ഞാൻ അങ്ങേ എനിക്ക് വേണം. Every morning. എല്ലാ ദിവസവും രാവിലെ. How many will do it? എല്ലാ ദിവസവും രാവിലെ അവനിൽ നിന്ന് ശക്തിയും കൃപയും സാന്നിധ്യവും സമാധാനവും ഏറ്റെടുത്ത് ജീവിക്കുമ്പോൾ നീ നിരാശനല്ല, നീ ഭാരപ്പെട്ടവനല്ല, നീ അനാഥനല്ല, നീ മുറിവേറ്റവനല്ല. ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിൽ എന്ന് നീ ജീവിക്കുകയാണ്. Here is the revelation. അത് ഒരു വെളിപ്പാടാണ്. Don't miss this. അതൊരിക്കലും നഷ്ടപ്പെടുത്തരുത്. This is much deeper than you heard up till now. അതെ, ഇതുവരെ നിങ്ങൾ കേട്ടതിനേക്കാൾ ആഴമായ ഒരു കാര്യമാണ്. John chapter 8. യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായം. Somebody read it in the mic loudly. അതെ, യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായം ആരെങ്കിലും മൈക്കിലൂടെ വായിച്ചാട്ടെ. Yeah, take it here. Okay. Thank you, Jesus. 5 minutes. No problem, okay. Thank you, Jesus. Are you enjoying? നിങ്ങൾ എത്ര പേര് പ്രാപിക്കുന്നുണ്ട്? Somebody is doing like this. I don't know, yes or no. അതെ, ഇങ്ങനെ ചിലർ കാണിച്ചു. അത് ആണെന്നാണോ അല്ലെന്നാണോ എന്ന് നിങ്ങളുടെ ഭാഷ At അറിയത്തില്ല. least shake your heads. അതെ, ഒന്ന് തലയെങ്കിലും കുലുക്കിയാട്ടെ. മനസ്സിലാകുന്നോ? യേശുവോ ഒലിവുമലയിലേക്ക് പോയി. Jesus went on the mountain. അതെ, യേശു ഒലിമലയിലേക്ക് പോയി. അതികാലത്ത് അവൻ പിന്നെയും ദൈവാലയത്തിൽ ചെന്നു. Listen to this. He went on the mountain top. അവൻ മലയിലേക്ക് കയറിപ്പോയി. Don't miss this, please. ഇത് മറക്കല്ല. Pastors, don't miss this, especially pastors.
Don't miss this. ശുശ്രൂഷകന്മാർ ഒരിക്കലും മറക്കല്ല. Jesus went on the mountain യേശു മലയിലേക്ക് കയറിപ്പോയി. and he also came to the temple. എന്നിട്ട് അവൻ ആലയത്തിലേക്ക് വന്നു. Temple was one day, ആലയത്തിൽ someday. അതെ, ആലയത്തിൽ വല്ലപ്പോഴുമാണ്. But mountain top several times a day. അതെ, എന്നാൽ മലയിൽ കയറി പോകുന്നത് പല സമയത്തും കർത്താവ് മലയിൽ ഒരു ദിവസത്തിൽ തന്നെ കയറിപ്പോയിട്ടുണ്ട്. He went on the mountain top അവൻ മലയിൽ കയറിപ്പോയി. and he went to temple. എന്നിട്ട് അവൻ ആലയത്തിലേക്ക് വന്നു. Here's the revelation. ഇതാണ് വെളിപ്പാട്. Going to temple does not compensate you for not going on the mountain top. ദൈവത്തിന്റെ സന്നിധിയിൽ വ്യക്തിപരമായി നീ കയറി ചെല്ലുന്നതിന് ഒരിക്കലും നീ ആലയത്തിൽ പോകുന്നതുമായി ഒരിക്കലും താരതമ്യം ചെയ്യാൻ കഴിയത്തില്ല. Some people even don't come to temple. ചില ആൾക്കാര് ആലയത്തിൽ പോകത്തില്ല. God, കർത്താവേ, you gave me a husband. നീ എനിക്കൊരു ഭർത്താവിനെ You തന്നു. gave me children. നീ മക്കളെ തന്നു. You gave me job. നീ എനിക്ക് അതേ ജോലി തന്നു. If the job was not there, I can come to church. ജോലി ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് സഭയെ വരായിരുന്നു. Exams are there. എക്സാമിനേഷൻ ഉണ്ട്. We don't go to temple. നമ്മൾ ആലയത്തിൽ പോലും വരത്തില്ല. Forget temple. അതെ, ആലയത്തെ മറക്ക്. They don't go even on the mountain top. ചില ആൾക്കാർ ഈ മലമേൽ കയറി ചെല്ലത്തില്ല. Mountain top is your home. മലമേൽ വസിക്കുന്നത് നിന്റെ വീടാണ്. Morning, afternoon, evening. രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട്. This did not compensate this. ആലയത്തിൽ പോകുന്നത് ഒരിക്കലും വ്യക്തിപരമായി ദൈവത്തിന്റെ അടുക്കലേക്ക് കയറി ചെല്ലുന്നതുമായിട്ട് ഒരിക്കലും താരതമ്യം ചെയ്യാൻ കഴിയത്തില്ല. Many times as a ministry, പല സമയത്ത് ശുശ്രൂഷ, we are so much in the temple. നമ്മൾ ഒത്തിരി ആലയത്തിൽ നിന്ന് ശുശ്രൂഷിക്കും. Pastors and leaders, if you're watching this, പാസ്റ്റേഴ്സ് ആൻഡ് ലീഡേഴ്സ് നിങ്ങൾ എന്നെ കാണുന്നെങ്കിൽ, so much worship leaders, നമ്മൾ ഒത്തിരി ആലയത്തിലേക്ക് കടന്നു പോകും. so much songs we sing in the temple. ദൈവത്തിന്റെ ആലയത്തെ നമ്മൾ ഒത്തിരി പാടും. But we don't sing songs when you're alone. നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ പാടത്തുമില്ല, ദൈവത്തിന്റെ പ്രാപിക്കത്തുമില്ല. This should be more than this. നീ ആലയത്തിൽ നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ നേരം ജീവിതത്തിൽ മലമേൽ വസിക്കണം. Now one more. Just because you have this doesn't mean you should not go here. അതെ, ഈ മൗണ്ടൻ എക്സ്പീരിയൻസ്, മലമേൽ കയറി പോകുന്നത് കൊണ്ട് ആലയത്തിൽ പോകാതിരിക്കരുത്. This is God ordained. ഇത് ദൈവം നിന്നെ നിയമിച്ചതാണ് ആലയത്തിൽ പോകുവാൻ, ആലയത്തിൽ Day of the Lord. അതെ, ദൈവസന്നിധിയിലായിരിക്കാൻ. But this എന്നാൽ മൗണ്ടൻ ടോപ്പിൽ is your relationship. അത് ദൈവവും നീയുമായിട്ടുള്ള ബന്ധത്തെയാണ് കാണിക്കുന്നത്. Oh, you don't know God, my job, എനിക്ക് പറ്റത്തില്ല കർത്താവ്, എന്റെ ജോലി, my wife, എന്റെ ഭാര്യ, my husband, എന്റെ ഭർത്താവ്, my children, എന്റെ കുട്ടികള്, you don't know the climate. കാലാവസ്ഥ അറിയത്തില്ല. We give all the reasons not going on the top. മലയിൽ പോകാതെ ഈ കാര്യങ്ങളെല്ലാം താഴെ നിന്ന് പറയുകയാണ്. Lift your hands രണ്ട് കരങ്ങളെ ഉയർത്തിയാടെ and ask God to forgive you. ദൈവത്തോട് ഇങ്ങനെ പടിചാരിയതിനെ ഓർത്ത് ദൈവത്തോട് ക്ഷമ ചോദിച്ചേ. So from today onwards, കർത്താവേ, ഇന്നു മുതൽ I will make my commitment to go to temple. ഞാൻ അങ്ങയുടെ ആലയത്തിലേക്ക് കടന്നു പോകും. I will go to temple ഞാൻ ദൈവാലയത്തിലേക്ക് പോകും. every day, every week. എല്ലാ ആഴ്ചയും. And I'll go to temple. I'll go on the mountain top. എല്ലാ ദിവസങ്ങളിലും ഞാൻ എൻ്റെ മലകളിലേക്ക് കയറി പോകും. Several times a day. ഒരു ദിവസമല്ല, ഒരു നേരമല്ല, എല്ലാ നേരവും. Even if it is 10 minutes. 10 മിനിറ്റ് ആകട്ടെ. Every time I go 10 minutes. എപ്പോഴാണോ എനിക്ക് 10 മിനിറ്റ് കിട്ടുന്നത്, If you do it 10 times, ഞാൻ 10 പ്രാവശ്യം അങ്ങനെ it will ചെയ്യുന്നെങ്കിൽ be 100 minutes. അതെ, അത് 100 മിനിറ്റ് It ആയല്ലോ. will be more than 3 hours. അത് 3 മണിക്കൂറിൽ കൂടുതലായി. You may not be able to do 3 hours at one time. നിങ്ങൾക്ക് 3 മണിക്കൂറോ ഒരു പക്ഷേ ഒരുമിച്ച് കിട്ടത്തില്ലായിരിക്കാം. But 10 minutes 10 times is more than 3 hours. അതെ, 10 മിനിറ്റ് കൊണ്ട് അങ്ങനെ പല പ്രാവശ്യമാകുമ്പോഴേക്കും അതെ 3 മണിക്കൂറിൽ കൂടുതലായി. Shut the door. കഥ കടക്ക്. Go inside. ദൈവസന്നിധിയിലായിരിക്ക്. Put the cell phones off. സെൽഫോണിന് ഓഫ് ചെയ്യ്. Put everything off. എല്ലാം ഓഫ് ചെയ്താട്ടെ. Just you and the Father. നീയും ദൈവവും മാത്രം. Worship Him അവനെ ആരാധിച്ച് in spirit and in truth. ആത്മാവിലും സത്യത്തിലും
We were created to worship Him. ഓ ദൈവം നമ്മെ വിളിച്ചത് Come on, ആരാധിപ്പാൻ. lift your hands. ഓ കരങ്ങളെ ഉയർത്തി, Lift your hands. കരങ്ങളെ ഉയർത്തി. Say, God, I make a dedication. ഓ ദൈവസന്നിധിയിൽ I make a നിങ്ങളെ തന്നെ ഏൽപ്പിച്ച്, നിങ്ങളെ തന്നെ ഏൽപ്പിച്ച്, I make a dedication. ഓ നിങ്ങളെ തന്നെ സമർപ്പിച്ച് I make a dedication. ഒരു സമർപ്പണം വരട്ടെ. God, I make dedication to go on the the mountain. കർത്താവേ, എന്റെ മലയിലേക്ക് ഞാൻ കയറി പോകുമെന്നിതാ എന്നെ തന്നെ സമർപ്പിക്കുന്നു. Night and day. ഓ രാവിലെയും പകല്, Day and night. രാവിലെയും പകല്, I will seek your face. രാവിലെയും രാത്രിയും എല്ലാ സമയത്തും worship you. ഞാൻ അങ്ങയുടെ മുഖം തേടി അങ്ങേ ആരാധിക്കും. Daddy, I will come and sit with you. ഞാൻ കടന്നു വന്ന് പിതാവേ അങ്ങയുടെ I will സന്നിധിയിൽ ഇരിക്കും. dance with you. ഞാൻ അങ്ങുമായി I ഉല്ലസിക്കും. will rejoice with you. ഞാൻ അങ്ങുമായി I will സന്തോഷിക്കും. worship you in ഞാൻ അങ്ങേ spirit and ആരാധിക്കും. truth. Now here is a revelation. ഓ ഇതാണ് ഒരു വെളിപ്പാട്. Here is a revelation. ഇതാണ് വെളിപ്പാട്. John chapter 8 യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായം. in the closing. John chapter in the closing. അതെ, യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായം അവസാന ഭാഗം. They came out of the temple. അവർ ദേവാലയത്തിൽ നിന്ന് പുറത്തു വന്നു. Remain standing another 5 minutes. ദയവായി നിന്നാട്ടെ. Jesus went on top. യേശു കർത്താവ് മലമുകളിലായിരുന്നു. Then he went to temple. എന്നിട്ട് അവൻ ദേവാലയത്തിൽ വന്നു. Now look here, look here, look here. Who's in the temple? ആരാണ് ദേവാലയത്തിൽ ഉണ്ടായിരുന്നത്? Here is a revelation, pastors. ഇതാണ് ഒരു ദൈവിക വെളിപ്പാട് കാണുവാൻ കഴിയുന്നത്. Here is a revelation. ഇത് വെളിപ്പാടാണ്. They come out of the temple. അവർ ദൈവത്തിന്റെ ആലയത്തിൽ നിന്ന് പുറത്തു വന്നു. Who all were they in the temple? ആരാണ് ദേവാലയത്തിൽ ഉണ്ടായിരുന്നത്? Jesus was in the temple. യേശു കർത്താവ് ദേവാലയത്തിൽ ഉണ്ടായിരുന്നു. Pharisees were in the temple. ഫരീശന്മാർ ദേവാലയത്തിൽ ഉണ്ടായിരുന്നു. Sadducees were in the temple. സദൂക്യരുണ്ടായിരുന്നു. The service is over. അവിടുത്തെ ആരാധന കഴിഞ്ഞു. And they all come out. അവരിതാ പുറത്തു വരികയാണ്. When they all come out, അവർ പുറത്തു വന്നപ്പോൾ there's a woman who is caught in adultery. അവിടെ ഇതാ വ്യഭിചാരത്തിൽ പിടിച്ചതായ ഒരു സ്ത്രീയെ കണ്ടു. Pharisee says, പരീശന്മാർ പറയുന്നു, take the stone. കല്ലെടുക്ക്, Stone her. അവനെ ഇതാ എറിയുക. Just come out of the temple. ദേവാലയത്തിൽ നിന്ന് വെളി വന്നതേ ഉള്ളൂ. But Jesus says, യേശു പറഞ്ഞു, sin no more. ഇനിമേലാൽ പാപം ചെയ്യല്ല. Your sins are forgiven. നിന്റെ പാപങ്ങളെ മോചിച്ചിരിക്കുന്നു. When you worship God നീ ദൈവത്തെ യഥാർത്ഥത്തിൽ ആരാധിച്ചാൽ, religiously, മതപരമായി, you will only practice religious. നീ മതത്തെ മാത്രമേ അനുഭവിക്കത്തുള്ളൂ. Religiously, മതപരമായി that woman സ്ത്രീ had to be stoned. മതത്തിന്റെ നിയമം അനുസരിച്ച് അവൾ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടേണ്ടവളാണ്. But when you worship God, എന്നാൽ യഥാർത്ഥ റിലേഷൻഷിപ്പിൽ ആരാധിച്ച as a father, പിതാവ് in the spirit ആത്മമണ്ഡലത്തില് and in truth, ആത്മാവിലും സത്യത്തിലും, don't miss this. ഇത് മറക്കല്ല, Jesus is with the Father. യേശു പിതാവായ ദൈവത്തോട് കൂടെയായിരുന്നു. So when Jesus is worshiping the Father, യേശു പിതാവിനെ ആരാധിക്കുകയാണ്. God shows Jesus യേശു പിതാവായ ദൈവം കാണിച്ചു കൊടുത്തു. on the mountaintop. മലമേല് God shows Jesus ദൈവം യേശുവിനെ കാണിച്ചു കൊടുത്തു. through the eyes of passion. സ്നേഹത്തിന്റെ കണ്ണുകളാ, through the eyes of love. സ്നേഹത്തിന്റെ കണ്ണുകളാ. That woman, സ്ത്രീ, she has committed adultery. അവൾ ഇതാ വ്യഭിചാരം ചെയ്തിട്ടുണ്ട്. But I know എന്നാൽ എനിക്കറിയാം, her destiny അവളുടെ ഭാവി is not a prostitute. അവളൊരു വേശ്യയായി Her തീരുകയല്ല. destiny അവളുടെ ലക്ഷ്യം is a worshipper. അവൾ ഒരു യഥാർത്ഥ ആരാധനക്കാരിയായിരിക്കണം. So that revelation, വെളിപ്പാട് Jesus received. യേശു അത് പ്രാപിച്ചു. That revelation വെളിപ്പാട് gave Jesus the love. യേശുവിന് സ്നേഹം That കൊടുത്തു. revelation വെളിപ്പാട് gave the compassion in Jesus. യേശു കർത്താവിനെ ദൈവ സ്നേഹമായി So when he പരിഗണിച്ചു. comes in the temple, അവന് ദേവാലയത്തിലേക്ക് വന്നപ്പോൾ he did not compromise the temple. അവൻ ദേവാലയവുമായി അവൻ കോംപ്രമൈസ് ചെയ്തില്ല. He did not go directly to the woman. അവന് സ്ത്രീ ചെയ്തതില് വെള്ളപൂശിയില്ല. He came to the temple. അവൻ ദേവാലയത്തിൽ വന്നു. And when he came out, എന്നിട്ട് പുറത്തു വന്നപ്പോൾ everybody judged her. എല്ലാവരും അവളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് പറഞ്ഞു. But Jesus said, എന്നാൽ യേശു പറഞ്ഞു, sin no more. ഇനി മേലാൽ പാപം ചെയ്യല്ല. I asked the Holy Spirit. ഞാൻ പരിശുദ്ധാത്മാവിനോട് ചോദിച്ചു. Look here, look here, look here. I asked the Holy Spirit. ഞാൻ പരിശുദ്ധാത്മാവിനോട് ചോദിച്ചു, Why did you write on the ground? എന്താണ് യേശു നിലത്തെഴുതിക്കൊണ്ടിരുന്നത്? You could have said, your sins are forgiven. അതെ, നിന്റെ പാപം മോചിച്ചിരിക്കുന്നു. The sins would have been forgiven. നിന്റെ പാപം മോചിച്ചിരിക്കുന്നതായിരിക്കാം. Why did you write on the ground? എന്താണ് നീ കർത്താവ് നിലത്തെഴുതിയത്? And the Holy Spirit said, son, പരിശുദ്ധാത്മാവ് പറഞ്ഞു, മകനെ, the woman, സ്ത്രീ because of disobedience, അനുസരണം കേട് നിമിത്തം ground was cursed.
ഭൂമി അത് ശപിക്കപ്പെട്ടിരുന്നു. But today, ഇന്ന് because she believes in me, അവള് നീ എന്നിൽ വിശ്വസിക്കുന്നതുകൊണ്ട് that ground is no more cursed for her. ഭൂമി ശപിക്കപ്പെട്ടതല്ല, അതിന്റെ ശാപത്തെ ഞാൻ മാറ്റുകയാണ്. From today, ഇന്ന് listen to this. From today, ഇന്ന് she's going to be my worshipper. അതെ, എന്നെ ആരാധിക്കുന്നവളാണ്. And from today, ഇന്ന് മുതൽ she's going to walk on the promised land. അവൾ ദൈവത്തിന്റെ വാഗ്ദത്തത്തിലായിരിക്കും No അവൾ more നടക്കുന്നത്. curse. അവൾ ശാപത്തിലല്ല നടക്കുന്നത്, Blessed. അവൾ അനുഗ്രഹിക്കപ്പെട്ടു. No more religious. ഇന്ന് മുതൽ അതെ മതത്തിലല്ല, Freedom. സ്വാതന്ത്ര്യത്തിൽ. So much so, ഒത്തിരി അധികമാണ് this woman, ഈ സ്ത്രീയെ. her new identity അവൾക്ക് പുതിയൊരു ഐഡന്റിറ്റി ഉണ്ട്. is a worshipper. അവൾ ഒരു Her new ആരാധിക്കുന്നവളാണ്. identity, പുതിയൊരു ഐഡന്റിറ്റി. she's a witness. അവളൊരു സാക്ഷി. Her identity, അവളുടെ ഐഡന്റിറ്റി. she was at the Pentecost to receive the infilling. അതേ പരിശുദ്ധാത്മാവിൽ നിറയുവാൻ പെന്തക്കോസ്ത് നാളിൽ അവൾ അവിടെ The ഉണ്ടായിരുന്നു. religious people മതത്തിന്റെ ആൾക്കാർ who never went on the mountain അവൾക്ക് മതത്തിന്റെ ആൾക്കാർക്ക് only looked at her with judgment. അതെ, അവർ ആ പർവ്വതത്തിൽ പോയിട്ടില്ല, അവർക്ക് അവരെ രക്ഷിപ്പാൻ The കഴിഞ്ഞില്ല. challenge is to you. ഇന്ന് നിങ്ങൾക്കുള്ളതായി വെല്ലുവിളി, Challenge is to all the pastors. പാസ്റ്റേഴ്സിനുള്ളതായി വെല്ലുവിളി, The challenge is to all of us. എല്ലാവർക്കും ഉള്ളതായി വെല്ലുവിളി. What are we doing with the ministry? എന്താണ് നമ്മൾ ശുശ്രൂഷ കൊണ്ട് Are ചെയ്യുന്നത്? we preparing religious giants in the church? ദൈവസഭയിൽ മതത്തിന്റെ രാക്ഷസരെയാണെന്നോ Or are we bringing forth restoration of sonship in the church? അതെയോ ദൈവസഭയിൽ നഷ്ടപ്പെട്ടു പോയ പുത്രത്വത്തിന്റെ അവകാശത്തെയാണോ നമ്മൾ To കൊണ്ടുവരുന്നത്? make the church to worship the Father. അതേ, ദൈവത്തെ ആരാധിപ്പാനായി നമ്മൾ ഒരുങ്ങുമ്പോൾ Church has become religious. ആരാധന പോകുമ്പോൾ സഭ ഇതാ അത് ഒരു മത സംഘടനയാകും. Church judges you. ചർച്ച് ദൈവസഭ എഴുന്നേൽക്കട്ടെ. But Jesus says, എന്നാൽ യേശു പറഞ്ഞു, sin no more. ഇനിമേലാൽ പാപം ചെയ്യരുത്, Your sins are forgiven. നിന്റെ പാപത്തെ ക്ഷമിച്ചിരിക്കുന്നു. The choice is ours. ആ തെരഞ്ഞെടുപ്പ് നമുക്ക് അത്രേ ഉള്ളത്. Kerala is waiting. കേരളം കാത്തിരിക്കുകയാണ്. The church is, people are waiting. ജനം കാത്തിരിക്കുകയാണ്. We have become too Pentecostal. നമ്മൾ ഒത്തിരി പെന്തിക്കോസുകാരായി പോയി. There's so much of sound, നമുക്ക് ഒത്തിരി ശബ്ദമിടുന്നവരായി പോയി, but no life. എന്നാൽ ജീവിതമില്ല. So much of sound, ഒത്തിരി ശബ്ദമുണ്ട്, അതനുസരിച്ച് but ജീവിതമില്ല. no love. അതിന്റെ സ്നേഹമില്ല. So much of sound, ഒത്തിരി ശബ്ദമുണ്ട്, but no grace of God. എന്നാൽ ദൈവത്തിന്റെ So കൃപയില്ല. much of religious activity, ഒത്തിരി മതത്തിന്റെ ആക്ടിവിറ്റി ഉണ്ട്, but no going on the mountaintop. എന്നാൽ ദൈവമായിട്ടുള്ള ബന്ധമില്ല. The choice is yours. നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് നിങ്ങൾക്ക് അത്ര. If you're looking for transformation, നിങ്ങൾ രൂപാന്തരത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു എങ്കിൽ Holy Spirit is here. പരിശുദ്ധാത്മാവ് ഇവിടെയുണ്ട്. He's willing to change you. അവൻ നിങ്ങളെ മാറ്റുവാൻ If ആഗ്രഹിക്കുന്നു. you want to walk in transformation, നിങ്ങൾക്കൊരു രൂപാന്തരം ആഗ്രഹിക്കുന്നു എങ്കിൽ I want you to come forward. അതെ, ഒരു രൂപാന്തരം ആഗ്രഹിക്കുന്നവർ മുന്നിൽ വാ. If you're going to be a worshipper, നിങ്ങളൊരു യഥാർത്ഥ to go on the mountaintop, മലമേൽ കയറിപ്പോയി I want you to come and worship the Father. ദയവായി മുന്നോട്ട് കടന്നു വന്ന് ദൈവത്തെ ആരാധിച്ചാട്ടെ.